الرحمن الرحيم نحمد الله ونستعينه ونصلي على حبيبه المصطفى وآله وأصحابه الشرفاء أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد جاءكم من الله نور وكتاب مبين يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور بإذنه ويهديهم إلى صراط مستقيم صدق الله مولانا العلي العظيم. ഈ സംഗമത്തിന് മഹത്തായ ഈ സംഗമത്തിന് അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന ജാമിയ ജലാലിയയുടെയും ഇർത്താഖിന്റെയും എല്ലാം വളരെ ഊർജ്ജസ്വലനായ സാരഥി, ഞങ്ങളുടെ എല്ലാം ഉസ്താദ് കൂടിയായ ഉസ്താദ് അബ്ദുൽ ഗഫൂർ ദാരിമി അവറുകളെ, ഇവിടെ ഇർത്താഖിന്റെ പുതിയ പ്രൊജക്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ജലാലിയയുടെ ഇർത്താഖിന്റെ പ്രധാന മുഖം ആകർഷണമായ സയ്യിദ് മൂസൽ കാളിം തങ്ങൾ അവറുകളെ, വേദിയിൽ സന്നിഹിതരായ സയ്യിദ് ഹാഷിർ ഹസൻ ജിഫ്രി തങ്ങൾ, മറ്റ് സാദാത്യങ്ങൾ അടങ്ങുന്ന ഉലമാക്കളെ, ഉമറാക്കളെ, ഇതിന്റെ സാരഥികളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, മുതഅല്ലിമീങ്ങളെ, സുഹൃത്തുക്കളെ, മറ്റൊരു ഉദ്ദേശവും പ്രത്യേകിച്ചില്ലാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ അവദാനങ്ങളിലൂടെ, ഓർമ്മകളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഈ സംഗമത്തിന്റെ ഉദ്ദേശ്യം എന്ന് നമുക്കറിയാം. ശമാഇലുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, ശമാഇലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക പ്രചരണവും അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിക്കുന്ന വിശദീകരണവുമെല്ലാം വളരെ അക്കാദമികമായ പദ്ധതികൾ മുൻനിർത്തി ഇവിടെ പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. ആമുഖമായി അതിൻ്റെ കൂടെ ഞങ്ങളെല്ലാം ഉള്ളതുപോലെ നിങ്ങളും ഉണ്ടാകണമെന്ന് ഇതിൻ്റെ സാരഥികൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു കരുതിയതിലേറെ വലിയൊരു വിജയം, സ്വീകാര്യത അത്തരം സംവിധാനങ്ങൾക്ക്, സംരംഭങ്ങൾക്ക് പ്രദാനിക്കട്ടെ ബി ഫദ്ൽ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ദുആ ചെയ്യുകയാണ്. മൂസൽ കാസിം സയ്യിദ് അവറുകൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു 5 പോയിന്റ്, അവിടെ തന്നെയാണ് എൻ്റെയും വിഷയം ഒരുപക്ഷെ നിലകൊള്ളുന്നത്. വളരെ പതിഞ്ഞ താളത്തിൽ തുടങ്ങിയ അദ്ദേഹം വളരെ ഉള്ളൊഴുക്കുള്ള, ആന്തരിക ബലമുള്ള ആശയങ്ങളാണ് നമ്മളോട് പങ്കുവച്ചത്. അടിയൊഴുക്ക് ശക്തമായാലാണ് അതിൻ്റെ പുറംഭാഗം ശാന്തമാകുന്നത്. ശക്തമായ അടിയൊഴുക്കാണ് ആ ആശയങ്ങൾക്കുള്ളത്. മേക്കിംഗ് പീസ് വിത്തിൻ, ഞാനത് മനഃപ്പാടമാക്കുകയായിരുന്നു. സ്പ്രെഡിംഗ് പീസ് ടു അതേഴ്സ്, walking on the earth with peace and dying with peace and entrance in the house of peace. ഇതാണല്ലോ 5 കാര്യം. മനസ്സമാധാനം ഉണ്ടാക്കുക, മനസ്സമാധാനം നൽകുക, സമാധാനത്തോടെ ജീവിക്കുക, സമാധാനത്തോടെ മരിക്കുക, സമാധാനത്തിന്റെ സ്വർഗത്തിൽ എത്തിച്ചേരുക. എല്ലാം ഒരു പ്രോജക്റ്റായി അവതരിപ്പിക്കപ്പെടുന്ന കാലമാണ്. മതമാണെങ്കിലും മതേതരമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും ഒക്കെ വിശുദ്ധ ഇസ്ലാമിന്റെ ഒരു സ്പിരിച്വൽ പ്രോജക്റ്റായിട്ട് ഒറ്റവാക്കിൽ പറയാവുന്ന ഒരു തലമാണ്.
ആശയം സാക്ഷാത്കരിക്കാൻ ഇരുത്താക്കിന് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കാലത്തും പ്രസക്തമായ നബിയുടെ ഹദീസുകൾ, അതാണ് ഇതിൻ്റെ എല്ലാം ഒരു തണലിലൂടെ സ്വല്പനേരം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉദ്ദേശം ഏകദേശം ഒരാഴ്ച മുമ്പ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലുള്ളൊരു കക്ഷി നബി വിമർശനവും ഇസ്ലാമിക വിമർശനവും ഒക്കെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ട് നടക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹം വ്യക്തിപരമായി ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ സംസാരിക്കാറുണ്ട്, വാട്സാപ്പിൽ ചോദിച്ചു, ഇന്ന് ഇപ്പോൾ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ ഈ പറയുന്ന നബിയുടെ പ്രാധാന്യം വ്യക്തമാക്കി തരുന്ന ഒരു നബിയുടെ ഫങ്ഷനാലിറ്റി, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് നിത്യജീവിതത്തിന്റെ പ്രായോഗികത അല്ലെങ്കിൽ ജീവിതഗന്ധിയായ ഒരംശം, ഒരു വശം എന്നെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്തു തരാൻ പറ്റുമോ, എന്നെ അത് പറഞ്ഞ് ബോധിപ്പിച്ചു തരാൻ പറ്റുമോ? എനിക്കപ്പോ എനിക്ക് തോന്നിയൊരു വിശേഷം പറയുകയല്ല. ഇന്നും ഇന്നലെയും മെനയാന്നുമൊക്കെ നാം വാർത്താ മീഡിയ കാണുമ്പോൾ നമ്മുടെ വാർത്തകളിൽ വന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് നിമിഷപ്രിയ. അതാണ് എൻ്റെ മനസ്സിൽ വന്നത്. അവരുടെ മോചനത്തിന് വേണ്ടി യമനിലുള്ള ഹൂത്തി ഗവൺമെന്റുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക്കൽ ചർച്ചകളും വ്യക്തിപരമായ ചർച്ചകളുമൊക്കെ, അതിന്റെ വിശദാംശങ്ങളിലേക്കല്ല, അതിന്റെ താത്വികമായ വശങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. ലോകത്ത് പൊതുവെ മനുഷ്യത്വ വിരുദ്ധരും മാനവിക വിരുദ്ധരുമായിട്ടുള്ള പക്ഷത്താണ് ഹൂത്തികൾ ചേർത്തപ്പെടാറുള്ളത്. കൊല്ലുന്ന, തല്ലുന്ന, തകർക്കുന്ന, റോക്കറ്റ് വിക്ഷേപിക്കുന്ന, കപ്പൽ പിടിച്ചെടുക്കുന്ന, ഇപ്പോഴും സഞ്ചരിക്കുമ്പോൾ അരയിലൊരു കത്തിയുമായി നടക്കുന്ന യമനിലെ സൈദി ഷിയ വിഭാഗത്തിൽപ്പെട്ട ഹൂത്തികൾ ഇറാനിലുണ്ട്, സിറിയയിലുണ്ട്. നമുക്ക് അവരോട് അഖീദയിൽ ധാരാളം അല്ലെങ്കിൽ അല്പസ്വല്പം വിയോജിപ്പുകളൊക്കെ ശക്തമായിട്ട് തന്നെയുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഏറ്റവും അപരിഷ്കൃതത്വം ആരോപിക്കപ്പെടുന്ന, മാനവിക വിരുദ്ധരാണ് എന്ന് പറയപ്പെടുന്ന, വികസിത പുരോഗമന സമൂഹത്തിന് അപമാനമാണ് എന്ന പൊതുബോധം തീർപ്പ് കൽപ്പിക്കുന്ന ജനവിഭാഗമായ ഹൂത്തികൾ. ആ ഹൂത്തികൾ നിയന്ത്രിക്കുന്ന യമനിൽ കൗണ്ട് ഡൗൺ എണ്ണപ്പെടുന്ന ഒരു സഹോദരി, നിമിഷപ്രിയ നമ്മളാരും മോശക്കാരി എന്നും ഒട്ടുമാക്കുന്നില്ല. അല്ലെങ്കിലും ഒരു പ്രതിയും ഒരു ക്രിമിനലും ആത്യന്തികമായി ക്രിമിനൽ അല്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ആ സന്ദർഭത്തിന്റെ ഒരു ഉൾപ്രേരണയിലുണ്ടായ ഒരു വിഷയമാണ്. മറ്റുള്ളവർക്ക് പാഠമാകുവാൻ വേണ്ടിയാണ് പിന്നെ സാമൂഹികമായ ജീവിതം സാധ്യമാകുവാൻ അച്ചടക്ക നടപടി എന്നുള്ള നിലയിലാണ് ഇസ്ലാമിന്റെ തന്നെയും സകല ഖിസാസ്. ശിക്ഷയൊക്കെ പരലോകത്താണ്. ഈ വിഷയത്തിൽ ഒന്നുകൂടി വൈകാരികമായ വശം അവരുടെ കൂടെയുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോവുകയല്ല. ആ സഹോദരിയുടെ മോചനത്തിന് വേണ്ടി ഒരു നെഗോസിയേഷൻ സാധ്യമാകുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യക്ക് കോൺസുലേറ്റ് ഇല്ലാത്ത, ഡിപ്ലോമാറ്റിക്കൽ ഏജൻസി ഇല്ലാത്ത, നയതന്ത്ര കാര്യാലയമില്ലാത്ത യമനിൽ റോക്കറ്റ് കഷ്ണങ്ങൾ ചായക്ക് കടിക്കുന്നു എന്ന് കവിതകളിൽ പരിഹസിക്കപ്പെടുന്ന ഹൂത്തികളുടെ കോടതിയിലേക്ക് ഞങ്ങളുടെ സഹോദരിയെ വിട്ടേച്ചുത എന്ന് പറയുന്ന ഒരു ചർച്ചക്കിനിയും സാധ്യതയുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? വികസിത പരിഷ്കൃത ലോകം യൂറോപ്പിൽ സാധ്യമാണോ? അമേരിക്കയിൽ സാധ്യമാണോ? ഇന്ത്യയിൽ സാധ്യമാണോ? ചൈനയിൽ സാധ്യമാണോ? ഇല്ല. ഒറ്റ കാരണമേ ഉള്ളൂ. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല അൽ ഹുർറു വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ഫമൻ നുഫിയ ലഹു മിൻ അഖീഹി ശൈഅ ഫത്തിബാഉം ബിൽ മഅറൂഫ് വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ ഫമൻ ഇഅ്തദാ ബഅദ ദാലിക ഫലഹു അദാബുൻ അലീം വലക്കും ഫിൽ ഖിസാസി ഹയാത്ത്. അതാണ് അതിന്റെ കാരണം. വലക്കും ഫിൽ ഖിസാസി ഹയാത്ത്.
യാ ഉലിൽ അൽബാബ് ലഅല്ലകും തത്തഖൂൻ. കൊച്ചി പോയാൽ തിരിച്ചു വരും, മരിച്ചു പോയാൽ തിരിച്ചു വരൂല. അതാണ് ചൊല്ല്. മരിച്ചു പോയ കക്ഷിക്കുള്ള നീതി പരലോകത്താണ്. ഇനി മരിച്ചുപോയ കക്ഷിയുടെ രക്തബന്ധുക്കൾക്ക് സമാധാനവും സംതൃപ്തിയും ഉണ്ടാകുന്നത് എന്തോ അതാണ് ഇസ്ലാമിലുള്ള അതിന്റെ ബാക്കി നിയമ നടപടികൾ. പ്രതിക്രിയയായി കൊല്ലാം, അൽ ഹുർ ബിൽ ഹുർ, അടിമക്കടിമയെ, വൽ അബ്ദു ബിൽ അബ്ദ്, സ്വതന്ത്രനെ, അടിമയ്ക്ക് അടിമയെ, സ്ത്രീക്ക് സ്ത്രീയെ പകരം വെച്ച് ചെയ്യാം, വകുപ്പുണ്ട്. പക്ഷേ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ, അവിടെ ഒരു വാക്ക് ഞാൻ ആയത്തിൽ വിട്ടുപോയി, അതാണ് അതിന്റെ പ്രധാനപ്പെട്ട വാക്ക്. ഈ നിയമം അല്ലാഹുവിങ്കൽ നിന്നുള്ള ഇളവും കരുണയുമാണ്. അത് ചെയ്യുകയാണെങ്കിൽ അതാണ് ഉത്തമം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ദർശനം ലോകത്തേറ്റവും ക്രൂരതയുള്ള മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന ഹൂത്തികളെ പോലും സ്വാധീനിച്ചു. ആ ഹൂത്തികൾ ഒരു ഭാഗത്തും ലോക മാനവിക മനുഷ്യത്വ പ്രസ്ഥാനങ്ങൾ മറുഭാഗത്തും വെച്ചാൽ ഏറ്റവും ക്രൂരന്മാരായ മുസ്ലിങ്ങളാണ്, സോകോൾഡ് ക്രൂരന്മാരായ മുസ്ലിങ്ങളാണ് 2025 ഏറ്റവും പരിഷ്കൃതരായിട്ടുള്ള മനുഷ്യ സമൂഹത്തെക്കാൾ നീതി നിൽക്കുന്നത്. അല്ലേ? വധശിക്ഷ വിധിക്കപ്പെട്ട ഒരു പ്രതിയെ കഴുമരത്തിൽ നിന്ന് താഴെ കൊണ്ടുവരാൻ ഇന്ത്യയിൽ സാധിക്കുമോ? രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുത്താൽ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആണ്. ബാക്കി രാജ്യങ്ങളുടെ കാര്യം നമ്മൾ പറയണ്ടല്ലോ, സാധിക്കുകയില്ല ലോകത്തെ രാജ്യത്ത്. പക്ഷേ പ്രതിയുടെ കുടുംബക്കാരുമായി സംസാരിക്കാൻ ഇപ്പോഴും 24-ന്റെ ആള്, കേരളത്തിലെ പണ്ഡിത സമൂഹം, അവർക്ക് പോകാൻ അല്ലെങ്കിൽ ഇടപെടാൻ ഒരു പഴുതുണ്ടായത് ഖിസാസിന്റെ നിയമമാണ്. എന്നാൽ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ആരോപിക്കപ്പെടുന്ന ഏരിയകളോ മേഖലകളോ ഇതൊക്കെ തന്നെയും കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് 24-ൽ മുർത്തദ്ദത്തായ ജാമിദയുമായി ഞാനൊരു സംസാരത്തിന് പോയിരുന്നു. അത് പിന്നീട് അവർ ടെലികാസ്റ്റ് ചെയ്തില്ല. കാരണം എനിക്കറിയില്ല, ബന്ധപ്പെട്ടിട്ടും തൃപ്തമായ മറുപടി ലഭിച്ചിട്ടില്ല. അന്ന് അവർ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചിരുന്നത് ഇസ്ലാമിലുള്ള ഫദ്രിബു ഫൗക്കൽ അഅനാഖ് എന്ന ആയത്ത് വെച്ചിട്ടായിരുന്നു. ഞാൻ ഓർത്തു പോവുകയാണ്. പെരടിക്ക് വെട്ടാൻ ഖുർആൻ പറയുന്നു. 1400 കൊല്ലം മുമ്പായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 570-571 കാലഘട്ടത്തിൽ എന്റെ വിനീതമായ അഭിപ്രായ പ്രകാരം 5/5/570 തിങ്കളാഴ്ച BH 53 റബീഉൽ അവ്വൽ 12. ആ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ശിക്ഷാ നടപടികൾ എങ്ങനെയായിരുന്നു? ഹർഷവർദ്ധന്റെ ഭരണമായിരുന്നു ഇന്ത്യയിൽ. അന്ന് ഭൂമിയിൽ എല്ലായിടത്തും മനുഷ്യവാസം ഉണ്ടല്ലോ. ഫിലിപ്പ് കെ ഹിറ്റിയുടെ അഭിപ്രായ പ്രകാരം അന്ന് ഭൂമിയിൽ 12 കോടി മനുഷ്യരായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് 800 കോടി എന്ന് പറയുന്നത് പോലെ. കേരളം എന്ന പേര് അന്നില്ലെങ്കിലും ഈ ഭൂമികയിലും അന്ന് മനുഷ്യന്മാരുണ്ടായിരുന്നു. ചാളക്യ ഡൈനാസിയിലെ പുലയകേശൻ രണ്ടാമനായിരുന്നു ഈ മണ്ണ് ഭരിച്ചത്. ഫലത്തിൽ ഈ ഇന്ത്യൻ ഭൂമികയൊക്കെ മനുസ്മൃതിയുടെ കീഴിലായിരുന്നു അന്നത്തെ പീനൽ കോഡൊക്കെ പ്രവർത്തിച്ചത്. എന്താ അതിൽ പറയുന്ന ശിക്ഷ? എണ്ണയിൽ മുക്കിപ്പൊരിക്കുക. അൽഫാമും ഷവായൊക്കെ ആയിരുന്നു മനുഷ്യന്റെ ഇറച്ചി കൊണ്ടെന്ന് അവർ ആക്കിക്കൂട്ടിയത്. പൊള്ളിച്ചെടുക്കുക, പൊരിച്ചെടുക്കുക, തൊലി എരിയുക. പുറത്തേക്ക് പോയാൽ വിപരീത ദിശയിൽ നിന്ന് ഗളച്ഛേദം ചെയ്യുക. മുസ്ലത്ത് പറയല്ലോ. ഇടത്തെ കൈ വലത്തെ കാല്, വലത്തെ കൈ ഇടത്തെ കാല്, വലത് കണ്ണ് ഇടത് കാത്, ഇടത് കാത് വലത് കണ്ണ്, വിപരീത ദിശയിൽ നിന്ന് മുറിച്ചിട്ട് ഗില്യൂട്ടി, ആളക്കൊല്ലൽ യന്ത്രം കൊണ്ട് കൊന്നിട്ട് ബാക്കി വരുന്ന ഉടൽ കുരിശിൽ തറക്കുക. ഇങ്ങനെ അതിക്രൂരമായ ശിക്ഷ നിലനിന്ന ഒരു കാലത്താണ്
നിങ്ങൾ കൊല്ലേണ്ടി വരികയാണെങ്കിൽ പോലും, കൊല്ലുകയാണെങ്കിൽ പോലും ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലരുത്. ഒറ്റ വെട്ടിന് കാര്യം സാധിക്കുന്ന തരത്തിൽ, കൊല ചെയ്യപ്പെടുന്നവന് വേദനിക്കാത്ത തരത്തിൽ കണ്ടനാടി പിളരുന്ന രൂപത്തിൽ കൊത്തൊന്ന് അവനെ പെടുന്നവനെ മരണത്തിന് വിട്ടുകൊടുക്കണം എന്ന്. ഈ കൊല ചെയ്യുന്ന കാര്യത്തിൽ പോലുമുള്ള ഒരു മനുഷ്യത്വത്തിന്റെ അംശം. ആ കാര്യം വെച്ചിട്ടാണ് പിന്നീട് പെരടി വെട്ടാൻ ഖുർആൻ പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. പെരടി വെട്ടാൻ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് കൂടി നോക്കണം. എണ്ണയിൽ പൊരിക്കണം എന്നാ പറയുന്നത്. ആര് പഠിപ്പിച്ചു? ഇസ്ലാമിന്റെ ഫംഗ്ഷനാലിറ്റി പുണ്യ നബിയുടെ ഫംഗ്ഷനാലിറ്റിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആഴത്തിൽ ആലോചിക്കുന്നില്ല എന്ന് മാത്രം. ഇപ്പോ ഈ ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നാൽ കണ്ണ് പിൻവലിച്ചു പോകുന്ന ഒരു റീൽ ഇങ്ങനെ ഓടും ചിലപ്പോഴൊക്കെ. എന്താ 2023 ഗാസ, 2025 ഗാസ. മനുഷ്യന്മാര്, അവിടെയുള്ള സഹോദര സഹോദരിമാര് ഷഹീദാവുന്ന, കൊല ചെയ്യപ്പെടുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. റോഡുകളും കെട്ടിടങ്ങളും മരങ്ങളും. ലോകത്ത് ഇത്ര വലിയ പരിഷ്കാരങ്ങൾ സംസാരിക്കുന്ന സമൂഹം എന്തേ കെട്ടിടങ്ങളുടെ അന്തസ്സ് പരിഗണിക്കാത്തത്? അങ്ങനെ ലോകത്തിൽ പ്രത്യയശാസ്ത്രം ഉണ്ടായിട്ടുണ്ട്. കെട്ടിടങ്ങൾക്ക് വ്യക്തിത്വമുണ്ടെന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം, മരങ്ങൾക്ക് വ്യക്തിത്വമുണ്ടെന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം, റോഡുകൾക്ക് വ്യക്തിത്വമുണ്ടെന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം. 70,000 ആൾക്കാരെ കൊന്നുകളഞ്ഞില്ലേ സാണിസ്റ്റുകൾ? കൊന്നുകളഞ്ഞു. പക്ഷെ അത് ആധുനിക ജനാധിപത്യത്തിന്റെ ഒരു നെറേറ്റീവാണ് നമ്മളും പറയുന്നത്. ആളുകളെ കൊല ചെയ്യൽ എന്തുമാത്രം പാതകമാണോ അതുപോലെ പാതകമാണ് കെട്ടിടം പൊളിക്കലും. അതുകൂടി നമ്മൾ പറയണം. അതുപോലെ ബാധകമാണ് മരം മുറിക്കലും. അതുപോലെ ബാധകമാണ് സഞ്ചരിക്കുന്ന വഴിയിലെ സഞ്ചാരയോഗ്യമായ ഗമനാഗമനം സാധ്യമാകുന്ന വഴികൾ കൊത്തി മുറിച്ചിട്ട് ബുൾഡോസർ ചെയ്തിട്ട് ഉഴുത് മറിക്കലും. ഇത് 2025 ലോക യുദ്ധമര്യാദയുടെ കാലത്ത് ഇത് ലോകത്തോട് പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്. لا تخونوا ولا تغدروا لا تخونوا ولا تغدروا ولا لا تخونوا ولا تغدروا ولا تمثلوا ولا تقتلوا طفلا صغيرا ولا شيخا كبيرا ولا تركوا نخلا ولا تهركوا ولا تذبحوا شاة ولا بقرة ولا بعيرة إلا لمأكله وسوف تمرون بأكوام قد فرغوا أنفسهم في الصوامع فدعوهم وما قد فرغوا أنفسهم له. എന്ത് കൃത്യമായ ഹദീസാണ്! യുദ്ധത്തിന് പോകുന്നവരോടുള്ള ഉപദേശം. ലാ തഖ്ദിറു, ഗറില്ല മുറാരിത്, വഞ്ചനരുത്, ചതിയരുത്, കുതികാൽ വെട്ടരുത്. നേരെ ചൊവ്വേ യുദ്ധം ആസൂത്രണം ചെയ്യുന്നവർ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ഇരകൾ തെരുവിലും. അതല്ല, നേരെ ചൊവ്വേ വലാ തുമസ്സിലു, നിങ്ങൾ ഗളച്ഛേദം ചെയ്യുകയും അരുത്. മനുഷ്യന്റെ പവിത്രമായ അവയവങ്ങളെ നിങ്ങൾ അതിന്റെ അന്തസ്സ് ഹനിക്കാനും പാടില്ല. നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളെയും നിങ്ങൾ പ്രായമായ വൃദ്ധന്മാരെയും സ്ത്രീകളെയും കൊന്നുകളയാനും പാടില്ല. വലാ തഖ്തുലൂ തിഫ്ലൻ സഗീറാ വലാ ശൈഖൻ കബീറാ വലംറഅ. അതിനുശേഷം വരുന്ന വാക്കാണ് ഇന്നത്തെ ലോകത്തിന് അറിയാത്തൊരു സിദ്ധാന്തം. എന്താണത്? ഈത്തപ്പന മരങ്ങൾ നിങ്ങൾ പിഴുതെറിയരുത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ വാക്യതാണ് അല്ലേ? വലാ തഖ്ലഊന നഖ്ലൻ എന്നാണോ? വലാ തൾഖിറു നഖ്ലൻ എന്നാണോ? തൾഖിറു നഖ്ലൻ എന്നാണോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. നിങ്ങൾ ഈന്ത മരങ്ങളെ പിഴുതെറിയരുത്. ആ നാട്ടിലുള്ള മരമാണല്ലോ.
വലാ തഖതഉ ഷജറത്തൻ തുഫ്മിർ, കായ്ക്കുന്ന വൃക്ഷങ്ങളും നിങ്ങൾ മുറിക്കരുത്. വലാ തദ്ബഹു ഷാത്തൻ, ആടിനെയും അറുക്കരുത്. വലാ ബഖറത്തൻ, പശുവിനെയും. വലാ ബഈറൻ, ഒട്ടകത്തെയും. ഇല്ലാ ലിമഅക്കല, തിന്നാൻ വേണ്ടിയല്ലാതെ. വൈരനിര്യാതന ബുദ്ധിയോടെ പ്രതികരണശേഷി പോലുമില്ലാത്ത മിണ്ടാ പ്രാണികളോട് നിങ്ങളുടെ യുദ്ധ പോലെ നിങ്ങൾ കാട്ടരുത്. പിന്നെയോ യുദ്ധം ചെയ്യാൻ പോകുന്നതിനാ? മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ മതപ്രബോധന രീതികളെ ഇല്ലായ്മ ചെയ്യാൻ, ഇതല്ലേ പ്രചരണം. പക്ഷെ ഇവിടെ ഹദീസ് നോക്ക്, വസൗഫ തമുറൂന ബിഅഖ്വാമിൻ, നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ചില ആൾക്കാർ അരികിലൂടെ നടന്നു പോകും. എങ്ങനെയുള്ള ആൾക്കാരാണെന്നോ? ഖദ് ഫറഗു അൻഫുസഹും ഫിസ് സവാമിഅ, അവർ അവരുടെ ആരാധനാലയങ്ങളിൽ, പർണശാലകളിൽ താപസ്സുകളായിരിക്കും, ഉപവാസത്തിലായിരിക്കും, സാധനയിലായിരിക്കും, വ്രതാനുഷ്ഠത്തിലായിരിക്കും, ഭജന ഇരിക്കുകയായിരിക്കും, കുർബാനയിലായിരിക്കും. അവരെ ഒന്നും ചെയ്യാൻ പാടില്ല. അവരെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, വമാഖദ് ഫറഗു അൻഫുസഹും ലഹു, അവരാരാധിക്കുന്ന ദേവീദേവന്മാരെയും വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയും അതിനെയും ഒന്നും ചെയ്യാൻ പാടില്ല. ഇന്നത്തെ ഈ യുദ്ധത്തിന്റെ രീതി എന്താ ഇങ്ങനെ ആയിപ്പോയത്? അതിലേക്ക് നമുക്ക് ചിന്തിക്കാമല്ലോ. ഇന്നത്തെ യുദ്ധങ്ങൾക്ക് യുദ്ധം എന്ന് വിളിക്കാൻ പറ്റുമോ? മിസൈൽ, റോക്കറ്റ് ടെക്നോളജി ആശ്രയിച്ചുകൊണ്ട് നടക്കുന്ന യുദ്ധം ഇസ്ലാമിന്റെ പ്രവാചകന്റെ കാഴ്ചപ്പാടിൽ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ യുദ്ധമല്ല, അത് മസാഖിർ എന്ന് പറയാൻ പറ്റും. കൂട്ടക്കശാപ്പ്, അത് യുദ്ധമല്ല. നമ്മൾ ആ വേർഡ് ഉപയോഗിക്കാനും പാടില്ല. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം, അത് യുദ്ധമല്ല. റഷ്യ ഉക്രൈൻ യുദ്ധം, അത് യുദ്ധമല്ല, അത് കൂട്ടക്കശാപ്പാണ്. എന്തിനേറെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം യുദ്ധമല്ല, ടെക്നോളജികൾ തമ്മിലുള്ള മത്സരമാണ്. ഈ ആയുധങ്ങൾ ആരാ ലോകത്തിന് കൊടുത്തത്? എന്തുകൊണ്ടാണ് പുണ്യ നബിയുടെ വഴി പ്രസക്താവുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആരാണ് ഈ ആയുധം ഇവരെ കയ്യിൽ കൊടുത്തത്? ഒറ്റയടിക്ക് എല്ലാവരും, നമുക്കൊക്കെ ഒരു ക്ലീഷേ ഡയലോഗ് ഉണ്ട്, ഇത് ഒന്നുകിൽ അമേരിക്കയാണല്ലേ, റഷ്യയാണല്ലേ, ജൂതന്മാരാണ്. നമുക്ക് തോന്നിയ ദിവസം പറയാൻ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. പക്ഷെ അവരൊക്കെ സാധുക്കളാണ്. ഇവർ ആരുടെ വെപ്പൺസാണ്? ഇത് പിശാചിന്റെ വെപ്പൺസ്. അതുകൊണ്ടാണ് ഇത് യുദ്ധമല്ല എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള സാധാ നമ്മൾ പറയുന്ന കാഫിർ ജിന്നിന്റെ പേരാണല്ലോ ഷൈത്വാൻ. അവരെ പ്രസാദിപ്പിക്കാൻ എന്താ കൊടുക്കൽ? ചോര. കാഫിർ ജിന്നിന്റെ ഹെഡിന്റെ പേരാണ് ദജ്ജാൽ. ലൂസിഫർ, ആന്റി ക്രിസ്റ്റ് എന്നൊക്കെ പറയുന്ന ദജ്ജാൽ. ആ ദജ്ജാലിന്റെ ടെക്നോളജിയാണ് ആധുനിക യുദ്ധ ടെക്നോളജി. മനുഷ്യന്മാരെ പിഴപ്പിക്കാൻ ദജ്ജാലിന്റെ അനുയായികൾ നിഷേധിക്കാൻ പറ്റുമോ? ഖുർആൻ പറയുന്നല്ലേ, എല്ലാ നബിമാർക്കും നമ്മൾ ഐഡിയോളജിക്കൽ അതറിനെ കൊടുത്തു, പ്രത്യയശാസ്ത്രപരമായ വിരുദ്ധ പക്ഷത്തെ കൊടുത്തു. ശത്രുക്കളെ നമ്മൾ മലയാളപ്പെടുത്തുമ്പോൾ ആശയം ചെറുതായി പോകും. നബിമാരെ കൊല്ലാൻ വാളും കടാരയുമായി ആൾക്കാർ വരുന്നുണ്ട് എന്നാണ് ശത്രു എന്ന വാക്കിന്റെ താല്പര്യം. ഖുർആൻ പരിഭാഷയുടെ പരിമിതി അതാണ്. അതുവൻ പ്രത്യയശാസ്ത്രപരമായ പ്രതിപക്ഷത്തെ നമ്മൾ കൊടുത്തു. ആരാണ് ആ പ്രത്യയശാസ്ത്രപരമായ പ്രതിപക്ഷം? ശയാത്തീനൽ ഇൻസി വൽ ജിന്ന്, മനുഷ്യരിലും ഭൂതങ്ങളിലും പെട്ട പിശാചുക്കളാണ്. മനുഷ്യരിലും ഭൂതങ്ങളിലും പെട്ടിട്ടുള്ള ശൈത്വാന്മാരാണ് ഇസ്ലാമിന്റെ എക്കാലത്തെയുമുള്ള പ്രതിപക്ഷം. യൂഹി ബഅദുഹും ഇലാ ബഅദ്, ഈ പിശാചുക്കളും മനുഷ്യരും പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടോ സുഖ്റുഫൽ ഖൗലി ഗുറൂറ,
ലോകരെ ചതിക്കാൻ വേണ്ടി ക്യാച്ചിങ് വേർഡ്സുകൾ, ഭംഗിയുള്ള സിദ്ധാന്തങ്ങൾ, മോട്ടോസ് പരിചയപ്പെടുത്തുകയും ചെയ്യും. ഇതല്ലേ നടക്കുന്നത്. ഇയാളെന്ത് തേങ്ങയാ പറയുന്നെന്ന് കുറെ ആള് ചിന്തിക്കുന്നു. എന്റെ അടിസ്ഥാനവാദം എന്താ? വാള കൊണ്ടും യുദ്ധം ചെയ്യണം. നമുക്ക് യുദ്ധം എന്ന് പറയാം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തിരുന്നു. പക്ഷെ അത് യുദ്ധമായിരുന്നു. ഈ ടെക്നോളജി യുദ്ധം ആധുനിക ലോകത്ത് നമുക്ക് സമാധാനമില്ലാത്ത, പത്രം വായിക്കാൻ പറ്റാത്ത, മീഡിയ കാണാൻ പറ്റാത്ത തരത്തിൽ ചുടുചോര, കരിങ്കോഴിയുടെ ചോരയൊലിപ്പിച്ച് ചാത്തന്മാരെ പ്രസാദിപ്പിക്കുന്നതിന്റെ മൂർധന്യ ദശയാണ് നിരപരാധികളായ സഹോദര സഹോദരിമാരുടെ ബ്ലഡ് ഷെഡിങ് നടത്തിയിട്ട് ദജ്ജാലിനെ പ്രസാദിപ്പിക്കൽ. അതാണ് ഇസ്രായേൽ ഗാസ യുദ്ധം, അതാണ് വേൾഡ് വാർസ്, അതാണ് ആധുനിക കാലം കണ്ട സകല യുദ്ധങ്ങളും. ആ യുദ്ധം നടത്തുന്നയാള് അമേരിക്കയുമല്ല, റഷ്യയുമല്ല, ചൈനയുമല്ല, ഇസ്രായേലുമല്ല. ആ യുദ്ധം നടത്തുന്നയാൾ സാക്ഷാൽ ശൈത്താനാണ്, ശൈത്താന്റെ ഹെഡായ ദജ്ജാലാണ്. ഇന്നൊരു പുസ്തകം ജസ്റ്റ് പരിചയപ്പെടുത്താം. പുസ്തകം രചിച്ചയാള് ജാക്വസ് വാലി. പുസ്തകത്തിന്റെ പേര് മെസ്സഞ്ചേഴ്സ് ഓഫ് ഡിസെപ്ഷൻ. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ ആ വാക്ക് പറഞ്ഞു, ഡിസെപ്ഷൻ, ചതിയുടെ ദൂതന്മാർ. മിസൈൽ ടെക്നോളജി കണ്ടുപിടിച്ച ആളാരാ? റോക്കറ്റ് ടെക്നോളജി കണ്ടുപിടിച്ച ആള് ജാക്ക് പാർസൺ. ജാക്ക് പാർസനെ കുറിച്ച് ജാക്വസ് വാലി പറയുന്ന കേൾക്കൂ. ഞാൻ അതിന്റെ ആ തർജ്ജിമയാണ് വായിക്കുന്നത്. 1986 അന്തരിച്ച ചർച്ച് ഓഫ് സയന്റോളജിയുടെ സ്ഥാപകൻ എൽ റോൺ ഹബ്ബാർഡ് ഈ പറയുന്ന റോക്കറ്റ് ടെക്നോളജി ആചാര്യനായ ജാക്ക് പാർസൺ എന്ന വിദഗ്ധനോടൊപ്പം ആചാരപരമായ മാന്ത്രിക വിദ്യ, അതായത് കപാല അഭ്യസിച്ചതായി പറയപ്പെടുന്നു. 1945 മെജാവ മരുഭൂമിയിൽ വെച്ചാണ് അദ്ദേഹം ആത്മീക ജീവിയായ അന്യഗ്രഹ ജീവിയെ കണ്ടുമുട്ടിയത്. ആ അന്യഗ്രഹ ജീവിയിൽ നിന്നാണ് റോക്കറ്റ് സാങ്കേതിക വിദ്യ അടങ്ങുന്ന ബ്ലാക്ക് മാജിക്സ് ഇദ്ദേഹം പഠിച്ചത്. ഇദ്ദേഹവും അലിസ്റ്റർ ക്രോളിയും കൂടി ഓർഡോ ടെംപ്ലി ഓറിയന്റീസ് എന്ന രഹസ്യ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നു. ആ കാലഘട്ടത്തിലായിരുന്നു അത്രേ അത്. ഡീറ്റെയിൽ പോകുന്നു. Aliens are members of jinn. അക്കോർഡിംഗ് ടു ജാക്വസ് വാലി. ഞാൻ ഈ ചർച്ച കൂടുതൽ വരണ്ടു പോകണ്ട എന്നുള്ളത് കൊണ്ട് നിങ്ങളൊക്കെ പ്രബുദ്ധരാണ്. ഇതൊരു റിസർച്ച് മൈൻഡ് കൂടിയുള്ള ആളുകൾ ഇരിക്കുന്ന വേദിയാണ്. നിങ്ങൾക്കിത് വിട്ടുതരുന്നു. അമേരിക്കയിലെ സെയ്ത്തൂൻ യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട പണ്ഡിതൻ ഹംസ യൂസഫിന്റെ ഒരു സ്പീച്ചും ഇതേ സംബന്ധിച്ച് യൂട്യൂബിലുണ്ട്. ജാക്ക് പാർസൺ ഇത് ജിന്നി പഠിപ്പിച്ചു കൊടുത്തിയ മനുഷ്യന്മാരെ ബ്രെയിനിൽ ഇത് വരൂല. ഒറ്റ ക്ലിക്ക് കൊണ്ട്, ഒരു റിമോട്ട് കൺട്രോൾ കൊണ്ട് സ്പേസിൽ ആയുധങ്ങൾ വായുവിൽ തൊട്ട് വിടുന്ന റിമോട്ട് ഞെക്കിയിട്ട് 10,000 ഒന്നിച്ച് ഒറ്റയടിക്ക് ചാരമാക്കുക. ഈ ഭൂമിയെ മുഴുവനും കരിക്കാൻ ഇന്ന് ലോകത്തെ വൻശക്തിയുടെ പ്രസിഡന്റായി ഒരു സൈക്കോപാത്ത് വന്നാൽ മതി. 10 മിനിറ്റ് കൊണ്ട് ഈ ഭൂമി അല്ലാതാകും. ആര് പഠിപ്പിച്ചതാണ്? ഇത് ആധുനിക ലോകം വന്നെത്തിയിരിക്കുന്നു. ഇത് അന്യഗ്രഹ ജീവികൾ, അവരെ ഭാഷയിൽ ഏലിയൻസ് പഠിപ്പിച്ചതാണ്. നമ്മൾ പണ്ടേ പറയുന്നു, വിശുദ്ധ ഖുർആൻ ഇത് യൂഹി ബഅദുഹും ഇലാ ബഅദ്, ഇത് ശപിക്കപ്പെട്ട പിശാച് മനുഷ്യർക്ക് പകർന്നു കൊടുത്ത അറിവുകളാണ്. ഈ അറിവുകൾ കുറച്ചു കാലം മുമ്പ് വരെ പ്രത്യേകിച്ച് ഉസ്താദന്മാരെ പറ്റിയുള്ള സമൂഹത്തിന്റെ പഴി എന്താ? അന്ധവിശ്വാസം നിർമ്മിക്കുന്നവർ, കൂടോത്രത്തിന്റെ ആളുകൾ, ഒടിയന്മാരെ ആളുകൾ, ഇതേപോലെ തെളിവില്ലാത്ത പ്രേതങ്ങൾ കഥ പറയുന്ന റൂഹാനിയുടെ ആളുകൾ. പക്ഷേ നോക്കൂ, ഈ സംസാരിക്കുന്ന ഈ മൊമെന്റിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്ന സിനിമ ഏതാ? സിനിമയുടെ പ്രൊമോഷൻ അല്ല, ലോക. എന്താ തീം? യക്ഷിക്കഥ 200 കോടിയും നേടി പിന്നെയും മുമ്പോട്ടാണ്. ആരാണ് പോയി കാണുന്നത്? അഭ്യസ്തവിദ്യരായ ജൻസി മലയാളികൾ. കേരളത്തിലെന്നല്ല, ലോകത്ത് ഹോളിവുഡ് ആയാലും ബോളിവുഡ് ആയാലും മോളിവുഡ് ആയാലും ഏത് വുഡ് ആയാലും സ്പൈഡർമാൻ, സൂപ്പർമാൻ, യക്ഷി, പ്രേത, ഏലിയൻ, ഗോസ്റ്റ് കഥകളാണ് രചിക്കപ്പെടുന്ന പുസ്തകത്തിൽ ബെസ്റ്റ് സെല്ലിംഗ് ആയി പോകുന്നത്.
എഴുതപ്പെടുന്ന നോവലിൽ പ്രധാനപ്പെട്ട പ്രോട്ടഗോണിസ്റ്റുകൾ, തിരക്കഥ എഴുതപ്പെട്ട് ഷൂട്ട് ചെയ്യപ്പെടുന്ന സിനിമയിൽ ഹീറോയിനും. എന്നിട്ടും പഴി നമുക്ക്, അന്ധവിശ്വാസം നമ്മളാണ് ഉണ്ടാക്കുന്നത് എന്ന്. കുട്ടികൾ കളിക്കുന്ന ഫോണെടുത്ത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ബെസ്റ്റ് റേറ്റഡ് ഗെയിം നോക്കിയാൽ ഷൂട്ടിംഗ്, എങ്ങനെ നെഞ്ചത്തേക്ക് ഒറ്റ ഷൂട്ടിനെ കൊല്ലാം. മറ്റൊന്ന് ഗോസ്റ്റ് ഹണ്ടിങ്, ചെങ്കുത്തായി മാർബിള് പോലെ മിനുസമുള്ള 200 നില ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നഗ്നപാതകനായി കയറിപ്പോകുന്ന സ്പൈഡർമാന്റെ കഥകൾ. 5 വയസ്സായ കുട്ടിയും 4 വയസ്സായ കുട്ടിയും ചർച്ച. ഏലിയൻ ഉണ്ടോ? ഏലിയനും മനുഷ്യനും പ്രേമിക്കാൻ കഴിയും, ഏലിയൻ മനുഷ്യനെ കെട്ടും. ഇതൊക്കെയാണ് പുതിയ ശാസ്ത്രത്തിന്റെ ചർച്ച. അപ്പൊ പിന്നെ പഴയ സിനിമയൊക്കെ പോയി. 70 വയസ്സുള്ള നായകനും 18 വയസ്സുള്ള നായികയും മരത്തിന്റെ പിറകിൽ നിന്ന് പ്രേമിച്ചിട്ട് ഐസ്ക്രീം കൈമാറുന്ന സിനിമകൾ പുതിയ കുട്ടികൾക്ക് വേണ്ട. പുതിയ കുട്ടികൾക്ക് വേണ്ടത് ഇതാ, യക്ഷിക്കഥകൾ. ബ്രെയിൻ മുഴുവനും അങ്ങനെ ഞാൻ പറയുന്നതിന്റെ താല്പര്യം, കദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവാ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി യൂഹി ബഅദുഹും ഇലാ ബഅദ് സുഖ്റുഫൽ ഖൗലി ഗുറൂറ. ഇത് കേവലം ഒരു ആയുധ ടെക്നോളജി മാത്രമൊന്നുമല്ല. ഈ പറയുന്ന ഈ പുതിയ കാലത്തെ ഈ സെക്ഷൽ മൈനോറിറ്റീസ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ മനുഷ്യന്റെ ബ്രെയിനിൽ വരും? പ്രായമുള്ള ആൾക്കാരുണ്ട്, നമുക്ക് പറ്റുന്നതിലേക്ക് വരാം. തുടക്കത്തിൽ കുറച്ചൊരു മല്ലിയ മസാല നിൽക്കട്ടെ എന്ന് കരുതിയാണ് നമുക്ക് പറയാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് LGBTQ ക്വയർ ആക്ടിവിസവും മനുഷ്യന്റെ ബ്രെയിനിൽ വരും? ആർക്ക് എങ്ങനെ തോന്നാനാ? അവര് പറഞ്ഞു കൊടുത്തതാണ് ലാഭം കൊയ്യാൻ ഏറ്റവും നല്ല കാര്യം ലോകത്ത് മുഴുവനും എല്ലാവരും കഴിക്കുന്നത് ഒരേ ഭക്ഷണമാവുക. ആ പരീക്ഷണം പരാജയപ്പെട്ടു. കേറ്റ് മില്ലർ അവരുടെ പുസ്തകത്തിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, എന്റെ വകയൊന്നുമില്ല. ലോകത്ത് മുഴുവനും കീഴ്പ്പെടുത്താൻ ഏറ്റവും നല്ല മാർഗം എല്ലാവരും കഴിക്കുന്ന ഭക്ഷണമാക്കുക. ചേരിയിലെ ചേറ് ചോറാക്കേണ്ടി വരുന്ന ആഫ്രിക്കക്കാർ അതിന്റെ കൂടെ നിൽക്കുവോ? അല്ലേ? ലോകത്തെല്ലാവരും ഒന്നെന്നെ തിന്നോ? ഗ്ലോബൽ ടേസ്റ്റിംഗ്. കേരളമൊക്കെ അതിന്റെ വലയിൽ വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊണ്ടോട്ടി വളവിലും ചൈനന്റെയും അറേബ്യൻ ഫുഡും കിട്ടാൻ തുടങ്ങിയത്. എല്ലാ നാട്ടിലും ഏത് ഫുഡും കിട്ടുക, പക്ഷേ ചേരിയിലെ ചേറ് ചോറാക്കേണ്ട ആഫ്രിക്കക്കാർ അതിന്റെ കൂടെ കിട്ടി. അല്ലേ? ഇതാണ് പാടത്തും പറമ്പത്തും പകലന്തിയോളം പണിയെടുക്കേണ്ടി വരുന്ന പാവപ്പെട്ടവന് വറ്റാണ് ഭക്ഷണം. അത് എങ്ങനെയുള്ള വറ്റാകണം എന്നുള്ളത് അടുത്ത ചർച്ചയാണ്. കൂടെ കിട്ടിയില്ല. അടുത്ത ഓപ്ഷൻ, ലോകത്തെ മുഴുവനും കീഴ്പ്പെടുത്താൻ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ആയുധം ഇറക്കുക. എന്റെ വകയല്ല, പക്ഷേ ലോകത്തെ എല്ലാ രാജ്യവും ഡെമോക്രസി സ്വീകരിച്ചില്ല. രാജഭരണ പ്രദേശങ്ങൾ മാറി നിന്നു, നാട്ടുവാഴികളുടെ ഭൂമികകൾ മാറി നിന്നു. ലോകം മുഴുവനും ഒറ്റക്കൊടക്കീഴിൽ വന്നില്ല. ഗ്ലോബലൈസേഷൻ സാധ്യമായില്ല. അപ്പോഴാണ് അടുത്തത് ഒടുവിൽ ആയുധം, അതിൽ ലോകം മുഴുവനും വീണു. പോൺ ഇൻഡസ്ട്രി. പട്ടിണി കിടക്കുന്നവനും കൊട്ടാരത്തിൽ പാർക്കുന്നവനും കുംഭേരനും കുചേലനും ആഢ്യനും ധനാഢ്യനും പ്രമാണിക്കും പ്രധാനിക്കും അധികൃതനും അധകൃതനും ആർക്കുള്ളതാണ് ഞരമ്പിന്റെ പ്രശ്നം. അത് അവസരമൊത്താൽ എല്ലാവർക്കും ഉണരും. അപ്പൊ എല്ലാവരുടെയും ലോലവികാരങ്ങളെ ഇക്കിളിപ്പെടുത്തിയിട്ട് രഹസ്യമായി ചെയ്യേണ്ട കാര്യം ഷൂട്ട് ചെയ്ത് എയറിലേക്ക് വിട്ട് അത് ലാഭകരമായ കച്ചവടത്തിന്റെ ഉരുപ്പടിയാക്കി മാറ്റലാണ് ലോകത്തെ മുഴുവനും പിശാചിന്റെ വലയിലേക്ക് നയിക്കാനുള്ള ഏകമാർഗമെന്ന ഉപദേശമാണ് അവിടെ ഉണ്ടായത്. അതിന്റെ ഭാഗമാണ് ആര് നിഷേധിച്ചാലും വാസ്തവത്തിൽ എന്ത് ക്യൂർ ആക്ടിവിസം, സെക്ഷൽ മൈനോറിറ്റീസ്, പുതിയ ആർഗ്യുമെന്റുകൾ. അപ്പൊ ഇവര് പറയും അതൊരു കോൺസ്പിറൻസി തിയറി അല്ലേ, നിഗൂഢ സിദ്ധാന്തമല്ലേ, തെളിവില്ലാത്തത് പറയണോ? തെളിവിൽ ഇത് നിഗൂഢമാകും എന്നാണ് ഖുർആൻ പറഞ്ഞത്. അത് നിഗൂഢമാകും. എന്തുകൊണ്ട്? ഒരു എൻഡ് മനുഷ്യനും മറ്റേ എൻഡ് ശൈത്താനുമാണ്. ശൈത്താൻ എന്ന് പറഞ്ഞാൽ ഭൗതികതയിൽ ഒതുങ്ങുന്ന സാധനമല്ല,
സാധാരണ ലോകം കൊണ്ട് അളക്കാൻ പറ്റുന്നതല്ല. കത്ത് പുറപ്പെട്ട പോസ്റ്റ് ഓഫീസ് ശൈത്താന്റെ ഓഫീസും കത്ത് കൈപ്പറ്റിയ റെസിപ്റ്റന്റ് മനുഷ്യനുമായതുകൊണ്ട് അവിടെ നിഗൂഢത ബാക്കിയാവുക തന്നെ ചെയ്യും. പക്ഷേ ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അത് പിശാചിന്റെ ദുർബോധനമാണ്. ആയുധ കച്ചവടമായാലും അതിരിവിടുന്ന ലൈംഗികതയായാലും, ഞാൻ ആവേശത്തിന് പറയല്ല, അതല്ലാത്ത ഒരു വ്യാഖ്യാനം ഇതിന് കിട്ടൂല. ഒടുവിൽ ദജ്ജാൽ ഇവരെ കാണാൻ വേണ്ടി വരുമ്പോഴേ ഇതിന്റെ ഒരു ക്ലൈമാക്സ് ലോകത്തിന് മനസ്സിലാവും. എല്ലാം എതിരാകും. പായില്ലേ, റസൂലുള്ള പറഞ്ഞിടത്തേക്ക് സംഗതി എത്തുന്നു. എല്ലാം എതിരാകും. മഹദി ഇമാമിനെ കുറിച്ച് പറഞ്ഞ ഹദീസിൽ കാണാം അല്ലെ, വൈരുദ്ധ്യങ്ങളുടെ ലോകമാകും. വൈരുദ്ധ്യങ്ങളുടെ ലോകമാകും. ഇന്നൽ മഹദിയ മിന്നി അബ്ഹൽ ജബ്ഹ അഖഫൽ ഉംഫ് യംലഉൽ അർള അദ്ലൻ വഖിസ്തൻ കമാ മുലിഅത്തിൽ അർളു ളുൽമൻ വജൂറ. ജൂർ എന്നുള്ളതിന്റെ വ്യാഖ്യാനം നോക്കണം. ഇൻഇകാസ് അധികാരമുള്ളവൻ പറയുന്ന നീതി. സയത്തി അലൈക്കും സനവാത്തുൻ ഹബ്ബാത്തുൻ, നിങ്ങളെ ചതിച്ചു കാലം വരും, മായം നിറയുന്ന ഒരു കാലം വരും. ഏതാണ് ഈ മായം നിറയുന്ന കാലം? നുണയന്മാര് സത്യത്തിന്റെ വക്താക്കളായി അറിയപ്പെടും. സത്യവാൻമാർ അതിൽ നുണയന്മാരായിരിക്കും. ചതിയന്മാര് വിശ്വസ്തരാകും. വിശ്വസ്തന്മാർ അവിടെ അപമാനിതരാകും. അങ്ങനെ ഒരു കാലം വരും. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത, യോഗ്യതയില്ലാത്ത ആളുകൾ നേതൃത്വത്തിൽ വരും എന്ന് സാധിക്കുള്ള എല്ലാം ഉൾട്ടയാകും. എല്ലാം ഉൾട്ടയാകും. ആയില്ല, രാവും പകലും പോലും എതിരായില്ല. നീതിയുടെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. റബ്ബേ ഈ ഹാളങ്ങ് പൊളിയട്ടെ ഒച്ചത്തില്. എല്ലാം എതിരായി, രാവും പകലും എതിരായി. കുട്ടികളെ LSS USS പരീക്ഷ പാസ്സാകാൻ പറയുന്നൊരു നുണയാണ്. എന്ത് അറിയാം? രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി, AM എന്ന് പറഞ്ഞാൽ പൊൽച്ചക്കത്തെ 12 മണി മുതൽ ഉച്ചക്കത്തെ 12 മണി വരെയാണ്. PM എന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തെ 12 മണി മുതൽ പൊൽച്ചക്കത്തെ 12 മണി വരെയാണ്. അത് വെറുതെ പറയല്ലേ? സമൂഹത്തിൽ മുഴുവനും നൈറ്റ് ലൈഫ്. ആൾക്കാരെപ്പോ ഉറങ്ങുന്നത് ഉച്ചക്കത്തെ 2 മണി മുതൽ പൊൽച്ചക്കത്തെ 2 മണി വരെ ഉണർവിൽ, വൈകുന്നേരത്തെ 4 മണി മുതൽ പൊൽച്ചക്കത്തെ 4 മണി വരെ ഉണർവിൽ, ബാക്കിയൊക്കെ ഉറക്കിൽ. എല്ലാ കേരളത്തിലെ നഗരങ്ങൾ വരെ പുതിയ ട്രെൻഡിലേക്ക് നൈറ്റ് ലൈഫ്. പകൽ ഉറങ്ങുക, രാത്രി ഉണരുക. ടറഫപ്പ പന്ത് കളി സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി, പകൽ ഉരുട്ടിയാൽ പന്ത് ഉരുളും. പക്ഷെ വൈബ് രാത്രിയാണ്. ഹോട്ടലൊക്കെ തുറക്കുന്നത് രാത്രി, പകൽ ലാഭം കിട്ടും. പക്ഷെ പകൽ ആൾക്കാർ വരുന്നില്ല. 2 മണിക്ക് 500 രൂപ കൊടുത്താൽ കടക്കാരന്റെ കമന്റ്, ഷോപ്പ് തുറന്നിട്ടല്ലേ ഉള്ളൂ. 4 മണിക്ക് 500 രൂപ കൊടുത്താലും ഷോപ്പ്, ഓട്ടോക്കാരന്റെ കമന്റ്, സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. കുഴപ്പങ്ങളല്ല, കാര്യങ്ങൾ എതിരായി മാറും. അന്ത്യനാള് പറയുന്നിടത്ത് വേറൊരു ഹദീസ് ഇങ്ങനെ കാണാം. എങ്കിൽ അന്ത്യനാളിന്റെ അടയാളം പറഞ്ഞു തരീൻ. എന്താ പറഞ്ഞത്? അടിമപ്പെണ്ണ് ഉടമയെ പ്രസവിക്കുക. പഴയ ഉസ്താദ്മാര് പറഞ്ഞിരുന്ന ഉദാഹരണം, ഉറുദിയിലൊക്കെ നമ്മൾ കേട്ട ഉദാഹരണം എന്താ?
പണ്ടൊക്കെ വിളക്ക് മേലോട്ടാണ് കത്തിയത്, മണ്ണെണ്ണാന്റെ കാലത്ത്, മണ്ണെണ്ണ വിളക്കിന്റെ കാലത്ത്. കരണ്ടിന്റെ വിളക്ക് വന്നപ്പോ താഴോട്ട് തൂങ്ങി. അതൊരു 40 കൊല്ലം മുമ്പുള്ള ഉദാഹരണം. ഈ പറയാം, കല്ലിന്റെ അമ്മിയും അമ്മിക്കുട്ടിയായ കാലത്ത് അമ്മി അവിടെ തന്നെ നിന്ന് അമ്മിക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി. പിന്നെ ഗ്രൈൻഡർ വന്നപ്പോ പിന്നെ അമ്മിക്കുട്ടിക്കൊരു ഇടതുപക്ഷ വിപ്ലവ ബോധം. എന്താ, ഞാൻ ഇത്രയും കാലം പണിയെടുത്തില്ല, ഇനി അമ്മി പണിയെടുക്കട്ടെ, എനിക്ക് റെസ്റ്റ് വേണം, അങ്ങനെ ഗ്രൈൻഡർ ഉണ്ട്. ഇതൊക്കെ പണ്ട് ഒരു 30 കൊല്ലം മുമ്പുള്ള ഉദാഹരണം. പക്ഷെ അവിടെ നിന്ന് കുറെ ഇങ്ങോട്ട് വന്നു സംഭവം. വിദ്യാർത്ഥികളുടെ സൗകര്യം പരിഗണിച്ചുകൊണ്ട് അധ്യാപകന്മാർ ക്ലാസ് എടുക്കുന്ന കാലം, അതാണ് അന്തലിതൽ അമത്തുറബത്തഹ അല്ലേ, അങ്ങനെ പറയാലേ. മുത്തല്ലിമീങ്ങൾ കിതാബ് ഇങ്ങനെ വെച്ച് ഉസ്താദിന്റെ മുറിയിലേക്ക് പോകും. ഉസ്താദ് ഇപ്പൊ ഉറങ്ങുന്നതാണോ, സൗകര്യം ഉണ്ടോ, സെബുക്ക് നീക്കാൻ പറ്റുമോ? ഉസ്താദിന് റാഹത്താണെങ്കിൽ നടക്കും. അത് ഉസ്താദിന്റെ അടുത്ത് മുതൽ ഉസ്താദ് ഒരു ബുക്ക് എടുത്ത് വരണം. എന്റെ ജനലിനുള്ള കൂടി നോക്കണം, കുട്ടികൾ ഉറങ്ങുന്നുണ്ടോ, സ്റ്റഡി ലീവ് ആണോ, ഇപ്പൊ ക്ലാസ് കയറാൻ പറ്റുമോ? ഉപ്പയും ഉമ്മയും എന്ത് വിചാരിക്കും എന്ന് മക്കള് കരുതിയ കാലം അത് ഉൾട്ട. മോനും മോളും ഇപ്പൊ എന്താ വിചാരിക്കുക ഇത് പറഞ്ഞാൽ സംഭവന്റെ മുഖത്തൊക്കെ ഇത് പറയുന്നുണ്ട്. പക്ഷെ മാസാമാസം കിട്ടുന്ന 10,000 പോക്കണോ, ഇതാണ് ഉപ്പാന്റെ ബേജാറ്. ഇത് മോളെ നോക്കി ഒരു വട്ടം വെട്ടിത്തുറന്ന് ചോദിക്കണം എന്നുണ്ട്. പക്ഷേ നാളെ രാവിലെ BP നോക്കാൻ ഓളെ കൂടെ തന്നെ പോണല്ലോ. എല്ലാ ഓർഡറുകളും തെറ്റുക. താഴെ നിൽക്കേണ്ടവൻ മേലെ നിൽക്കുക, മേലെ നിൽക്കുന്നുണ്ടവൻ താഴെ നിൽക്കുക. അടുക്കളയിൽ വെക്കേണ്ടതിനെ മുറ്റത്തിറക്കുക, മുറ്റത്ത് വെക്കേണ്ടതിനെ അരമനയിൽ കയറ്റുക. അരമണിക്കൂർ എൻഗേജ് ചെയ്യേണ്ടതിന് 23 മണിക്കൂർ എൻഗേജ് ചെയ്യുക. 23 മണിക്കൂർ ഒപ്പം നിർത്തേണ്ടതിന് 10 മിനിറ്റ് പോലും മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. അതൊക്കെ തന്നെ. ഇത് ഒന്നൊന്നുള്ളതല്ല, ഡിസോർഡറിങ്. രണ്ടു വാക്കും കൃത്യമാണ്. ളുൽമ് എന്ന് പറഞ്ഞാൽ തന്നെ വെക്കേണ്ടടത്തല്ലാതെ വെക്കുക എന്നാണ്. ക്രമം തെറ്റിക്കുക. ചില വാക്ക് നമ്മളെ പറ്റിച്ചളി. അക്രമം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു നല്ല വാക്കാണ്, ഒരു ഇസ്തിരി ഇട്ട വാക്കാണ്. ളുൽമ് അക്രമല്ല, ക്രമം തെറ്റിക്കല് തന്നെയാണ്. ഇവിടെ വെക്കേണ്ടതിന് ആടെ വെക്കുക, ആടെ വെക്കേണ്ടതിന് ഇവിടെ വെക്കുക, തലയിൽ വെക്കേണ്ടതിന് കാൽമല വെക്കുക, കാൽമല വെക്കേണ്ടതിന് തലയിൽ വെക്കുക. ഇതാണ് കമാ മുലിഅത്തിൽ അർളു വജൂറാ. എല്ലാ രാജ്യത്തിലും ആയുധം വെക്കുന്ന ഡൊണാൾഡ് ട്രംപ് മീഡിയക്കാരോട് പറയുന്നതാണ്, ഇക്കൊല്ലത്തെ സമാധാനത്തിന്റെ നോബൽ സമ്മാനം എനിക്കല്ലെങ്കിൽ പിന്നെ ആർക്കാ? എന്തൊരു ലോകമാണ്! ഇക്കൊല്ലത്തെ നോബൽ സമ്മാനം എനിക്കല്ലെങ്കിൽ പിന്നെ ആർക്കാ? നീതിയല്ല. ഇന്ത്യക്കും ആയുധം കൈമാറുക, പാകിസ്ഥാനും ആയുധം കൈമാറുക, സിറിയക്കും ആയുധം, ഹൂത്തികൾക്കും ആയുധം കൊടുക്കുക, സൗദിക്കും ആയുധം കൊടുക്കുക. ഓരോന്നോരോന്ന് പറഞ്ഞാൽ എന്തൊരു ജൂറാണ് ഇവർ ചെയ്യുന്നത്. ആ സമയത്താണ് മഹദി ഇമാം വരിക. ഞാൻ ആ ഭാഗത്തേക്ക് എന്റെ വിഷയം കൊണ്ടുപോകുന്നില്ല. പക്ഷെ മഹദി ഇമാം യംലഉൽ അർള അദ്ലൻ വഖിസ്താ, നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഈ ജൂറുൻ ഉൽമും ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്ന ദുശക്തിയുടെ ബിനാമികളാണ്, അവരുടെ ഉപകരണങ്ങളാണ് ഈ പറയുന്ന ലോകവൻ ശക്തികൾ. ഉപകരണങ്ങളാണ്. സിഹിറിന്റെ മാസ്മരികതയാണ് ലോകം മുഴുവൻ. നമ്മൾ വിചാരിക്കുന്ന ഈ ഫാക്ടം ഫോഴ്സ് രാസലോക ഘടന എന്ന് പറയുന്നത് മുഴുവനും ആ ജാതി എല്ലാതരം ക്ലീശകളിൽ നിന്നും മുക്തമായിട്ടുള്ള ഒരു തരം ലോക ഘടനയാണെന്ന് അല്ല. ഇപ്പൊ ഈ ഞാൻ ഷോർട്ടാക്കുന്നു, ആ ഏരിയ ഞാൻ നിർത്തുന്നു. ലോകത്തെ ഇത് പറഞ്ഞല്ലോ, ഈ സിഹിർ എന്ന് പറഞ്ഞ കൊട്ടേഷനാണല്ലോ. രാഷ്ട്രീയക്കാരെ, എതിർ രാഷ്ട്രീയക്കാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യ ഗുണ്ടകളെ കാശ് കൊടുത്ത് വിടുന്നത് പോലെ കാഫർ ജിന്നുകളെ അതിന് വേണ്ട സാധനം കൊടുത്ത് വിടുന്നതിന്റെ പേരാണല്ലോ സിഹിർ. ആ സിഹിറിന്റെ ഫലങ്ങളായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ലോകത്ത് നാം വിചാരിക്കുന്നതിനപ്പുറം ലെവലിലേക്ക് പോകുന്നു. ലോകഘടന പിടിച്ചെടുക്കാൻ സിഹിറാണ് വേണ്ടത് എന്ന് ലോകത്താരാ പറഞ്ഞത്? നിങ്ങൾ ചിന്തിക്കുക.
മുൽകി സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാത്തീന കഫറൂ. അല്ലേ? ബനു ഇസ്രായേൽക്കാര് എന്ന് പറഞ്ഞാൽ അസൽ മിഡിൽ ഈസ്റ്റ് ജവിഷ് സിയോണിസ്റ്റുകൾ, അത് തന്നെയാണ് പറയുന്നത്. ആ ഐഡിയോളജിക്കാര് പറഞ്ഞു സുലൈമാൻ അലൈഹിസ്സലാം ലോകത്തെ അധികാരം നേടിയത് ബ്ലാക്ക് മാജിക്കുകൾ മുഖേനയാണ്. അതല്ലേ വിഷയം? സുലൈമാൻ അലൈഹിസ്സലാം ലോകത്തെ ഏറ്റവും വലിയ രാജാവായത് സിഹർ മുഖേനയാണ്. ഇതിനല്ലേ കപ്പാല എന്ന് പറഞ്ഞാൽ അതല്ലേ? ആ വിഷയം ഗവേഷണം ചെയ്യുന്ന പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ തെറ്റിദ്ധാരണ വേണ്ട. കപ്പാല എന്ന് പറഞ്ഞാൽ മിസ്യൂസ്ഡ്. ശരിക്കും കപ്പാല എന്ന് പറഞ്ഞാല് യഹൂദ വിശ്വാസപ്രകാരം സൃഷ്ടാവിനും അള്ളാഹുവിനും മനുഷ്യർക്കും ഇടയിലുള്ള ഒരു ഓർഡറിന്റെ പേരാണ് കപ്പാല. ഫിലോസഫിക്കാര് അഖില് അവൽ, അഖില് ഥാനി, അഖില് ഖാലിഫ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോ അതിനെതിരെ നബിമാരുടെ ഭാഗത്ത് നിന്ന് പോയ തിരുത്താണ് കപ്പാല. പിന്നെ ഏത് നന്മാന്റെയും മറുപുറാണ് തിന്മ എന്ന് പറഞ്ഞ പോലെ അതിനെ പിടിച്ച് അള്ളാഹു എന്ന് പറഞ്ഞാൽ സത്യം, അൽ മഅബൂദ് ബിൽ ഹഖ്, ഉല്ലാഹ എന്ന് പറഞ്ഞാലോ ഏറ്റവും വലിയ ശൈത്താന്റെ പേരാണ്. അതിലുണ്ട് കാര്യങ്ങൾ മുഴുവനും എന്ന് പറഞ്ഞതുപോലെ ഈ കപ്പാലയെ മറിച്ചിട്ട് സിഹറിന്റെ പുസ്തകമാക്കി. ഇന്നും അവരുടെ കയ്യിൽ കപ്പാലയുണ്ട്. അന്നതിന്റെ ആദ്യത്തെ ആളുകൾ പറഞ്ഞു സിഹർ മുഖേനയാണ് ലോകത്തിന്റെ അധികാരം പിടിക്കാൻ പറ്റുക. സുലൈമാൻ അലൈഹിസ്സലാം സിഹർ മുഖേനയാണ് പിടിച്ചത്. പക്ഷെ ഖുർആൻ പറയുന്നു വമാ കഫറ സുലൈമാനു, സുലൈമാൻ അത് ചെയ്തിട്ടില്ല. വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത്. ഒറ്റ കാര്യം കൂടി എനിക്കിത് നിർത്തണമെന്നുണ്ട് ഈ ഭാഗം, പക്ഷേ അവിടെ കുടുങ്ങിപ്പോയി. ഈ പിശാചുക്കൾ സിഹർ മുഖേന ലോകാധികാരം പിടിച്ചെടുക്കും, എന്നിട്ട് പുതിയൊരു ഓർഡർ ഉണ്ടാക്കും. അതാണ് അവരുടെ പതിവ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അതിന്റെ ഒരു എഫക്ഷൻ ഖുർആൻ എന്താ പറയുന്നത്? ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫരിഖു ബിഹി ബൈനൽ മർഇ വസൗജി. വ്യവസ്ഥാപിതമായ ഫാമിലി സിസ്റ്റം ഇല്ലായ്മ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ അവർ പിശാചുക്കളിൽ നിന്നും പഠിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ. കൺക്ലൂഷൻ ആയില്ലേ? പിശാചുക്കളിൽ നിന്ന് ബ്ലാക്ക് മാജിക്കുകൾ പഠിച്ചിട്ട് മനുഷ്യന്മാരുണ്ടാക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ എണ്ണിപ്പറഞ്ഞത് ഒറ്റൊരു കാര്യമാണ്. എന്താണ്? ഫയതഅല്ലമൂന മിൻഹുമാ, എന്താണ് അവർ ഇവരിൽ നിന്ന് പഠിക്കുന്നത്? ചില ബ്ലാക്ക് മാജിക്കുകളാണ്. ആ ബ്ലാക്ക് മാജിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സൗജ് എന്ന് പറഞ്ഞാൽ വ്യവസ്ഥാപിതമായി കൂട്ടിയിണക്കി കൊടുത്ത സിസ്റ്റം, അതാണ് സൗജ്. ഞാൻ നിനക്ക് വധുവായി കെട്ടിച്ച് നിക്കാഹ് ചെയ്ത് കെട്ടിച്ച് ഇണയാക്കി കൂട്ടിത്തന്നു എന്ന് പറയല്ലോ. അട്ടിക്കട്ടിക്ക് ഇരട്ടിയാക്കിയ സാധനം എന്നർത്ഥം. ബൈനൽ മർഇ വസൗജി, ഫാമിലി സിസ്റ്റം ഇല്ലായ്മ ചെയ്യും, ലോങ് ടേം റിലേഷൻഷിപ്പുകൾ ഇല്ലായ്മ ചെയ്യും. പുതിയ കുട്ടികൾ എന്താ പറയുന്നത്? എനിക്ക് വിവാഹം വേണ്ട. വിവാഹം ചെയ്താൽ കിട്ടുന്ന സാധനമൊക്കെ ആമസോണിൽ 500 രൂപ കിട്ടും. ഇതാണ് പുതിയ കാലം. വിവാഹം ചെയ്താൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ആമസോണിൽ 500 രൂപ കിട്ടും. പിന്നെന്തിനാണ് ലോങ് ടേം റിലേഷൻഷിപ്പ്? ഒരാണിന്റെ കീഴിൽ ലൈഫ് എന്തിനാ നശിപ്പിക്കുന്നത്? ഒരു പെണ്ണിന്റെ കീഴിൽ ലൈഫ് എന്തിനാ നശിപ്പിക്കുന്നത്? സുന്ദരമായ പദങ്ങൾ, വലിയ വലിയ സദാചാര വിരുദ്ധമായ സംഗതികളെ ഒളിച്ചു കടത്തുന്ന സുന്ദരമായ താക്കോൽ വാക്കുകൾ, ക്രഷ്, ഡേറ്റിംഗ്, ലിവിംഗ് ടുഗദർ. فيتعلمون منهما ما يفرق به بين المرء وزوجه. എവിടെയാണ് ഈ ഹദീസ് ഒക്കെ ചെന്ന് നിൽക്കുന്നത്? ഖുർആൻ ചെന്ന് നിൽക്കുന്നത് രണ്ട് കാര്യം. പിന്നെയോ ഇതിന്റെ വിഷയമല്ലെങ്കിലും അതിന്റെ തെത്തിമത്ത്. 1950 ദുബായ് നിങ്ങളൊന്ന് അടിച്ചോ. ഈ ഹദീസിന്റെ അർത്ഥം ചിന്തിച്ചിട്ട് 2025 ദുബായ് അടിച്ചോ. എന്നിട്ട് ഓർത്ത് നോക്ക് 570 അറേബ്യ എങ്ങനെയായിരിക്കും?
അന്ത്യനാളിന്റെ അടയാളം നഗ്ന പാതുകന്മാരായ വല്ലുറാത്ത, ഒരു വസ്ത്രത്തിന് മറുവസ്ത്രമില്ലാത്ത ദരിദ്ര കുചേലന്മാരായ ആടുജീവിതം നയിച്ചിരുന്ന അറബികളെ നിങ്ങൾ കാണും. നീളമുള്ള കെട്ടിടമുണ്ടാക്കി മത്സരിക്കും. അതൊരു ബുർജ് ഖലീഫാനെ ധ്യാനിച്ചുകൊണ്ട് വെറുതെ തന്നെ കൊഴുപ്പുണ്ടാക്കുന്നതല്ല. 950 ദുബൈ, എന്റെ വക വെറുതെ പറയുന്നില്ല, നിങ്ങൾ നോക്ക്. എന്റെ ഒരു ധാരണ പ്രകാരം, എന്റെ നോക്കിയത് ശരിയാണെങ്കിൽ 2001 ദുബൈ 2025 കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിന് തികയൂല. എന്റെ മുഖത്തേക്ക് കൊണ്ട് ഡൗട്ടുള്ള ഒരു ഗൂഗിൾ അടിച്ചു എന്നിട്ട് ഇങ്ങോട്ട് നോക്കി. 2001 ദുബൈ 2025 തൊണ്ടയാട് ബൈപ്പാസിന് തികയൂല. കെട്ടിടയില്ലേനും ബുർജ് ഖലീഫാന്റെ ഒക്കെ ഫൗണ്ടേഷൻ വരുന്നേ ഉള്ളൂ. ഇന്ന് ബുർജ് ഖലീഫയില് 30 ഉറുപ്പ്യ ഓട്ടോറിക്ഷന്റെ മിനിമം ചാർജ്. റാമ്പും കൂടി ഇങ്ങനെ ഓട്ടോറിക്ഷ പോയി തിരികെ വന്ന ഡ്രൈവർ പറയും 30 പോരാ. ഒരു ബിൽഡിങ്ങിന്റെ പൊക്ക. നിങ്ങൾ ഫലക്കറിയുന്നവർക്കറിയാം, ബുർജ് ഖലീഫാന്റെ താഴെ നിലയിൽ റമദാനില് മഗ്‌രിബിന് നോമ്പ് വന്നിട്ട് ബാങ്ക് കൊടുത്തിട്ട് ഒരുപാട് സമയം കഴിഞ്ഞാലാണ് മുകളിൽ അസ്തമനം സംഭവിക്കുന്നുള്ളൂ. മുകളിൽ സബഹിയായിട്ട് കുറെ നേരം കഴിഞ്ഞാൽ ഇവിടെ താഴെ സബഹിയാവുന്നുള്ളൂ. 2036 സൗദിയിലെ ലോകകപ്പിന് നടക്കുന്നത് പ്രപ്പോസ്ഡ് സിറ്റിയിലാണ്. നിലവിൽ ആ സിറ്റി ഇല്ല. ജിദ്ദ കടലിൽ പൂഴിയിട്ട് പൊന്തിച്ചിട്ട് ഒരു പുതിയ സിറ്റി ഉണ്ടാക്കിയിട്ട് അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ദുബൈ മാള് ബുർജ് ഖലീഫയിൽ ഇമറാത്തികൾ വെച്ച പോലെ ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വലിയ സ്റ്റേഡിയം സൗദിയിലെ ജുസൈൽ സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ട് അതിലാണ് സോക്കർ ലോകകപ്പിന്റെ ഫൈനൽ. ഇനി ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ജാതകമാണ് MBS പത്രക്കാരോട് പറയുന്നത്. ആരെ നാട്ടിൽ 2 നില ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത സഹാബികളുടെ നാട്ടിൽ കുറെ കാലം കഴിഞ്ഞാൽ ആടുജീവിതം നയിച്ചിരുന്ന ബെന്യാമിൻ എന്നല്ല ആദ്യമായിട്ട് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ കണ്ടോന്ന് അറിയില്ല, ഈ ശശി തരൂരിൻ്റെ, എനിക്ക് അദ്ദേഹത്തെ വ്യക്തി ബന്ധമൊന്നുമില്ല, ഉള്ളവരുണ്ടെങ്കിൽ അറിയിച്ചു കൊടുക്കണം എന്നുള്ള ഒരു സതുദ്ദേശമുണ്ട്. ശശി തരൂരിന്റെയും ഈ എന്താണ് അദ്ദേഹത്തിന്റെ പേര്, പ്രദീപ്, അശ്വമേധത്തിലൊരു വീഡിയോ കണ്ടു. എന്താ, ശശി തരൂർ നല്ല സ്കോളറാണല്ലോ. അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്ത് ഒരു ഭാഷയിലും ഇല്ലാത്തൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. ഒരു വായിക്കിട്ടാത്ത വാക്ക് മൂപ്പര് പറഞ്ഞു. ആ വാക്ക് ഈ എന്തായിരുന്നു ഒന്ന് പറഞ്ഞുതരുമോ, സഹായിക്കുമോ? ഷ്യാഡൻ ഫ്രൂഡോ. അദ്ദേഹം പിന്നെ അതിന്റെ കുറെ വിശേഷങ്ങൾ പറഞ്ഞു. ജർമ്മൻ പദമാണ് ഷ്യാഡൻ ഫ്രൂഡോ എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കിന് തുല്യമായ ഒരു തർജ്ജമ ചെയ്യാൻ പറ്റിയ വാക്ക് ലോകത്ത് ഒരു ഭാഷയിലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ചു. എന്താ ഇതിന്റെ താല്പര്യം? ഷ്യാഡൻ ഫ്രൂഡോ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ആ പ്രയാസം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതൊരു സന്തോഷമാണല്ലോ. ഫാക്ടറി ചൊറിയുമ്പോൾ മാതുമ്പ കിട്ടുന്ന സന്തോഷം എന്ന് പറയും. നമുക്കൊരാൾ ഇഷ്ടമില്ല, അപ്പൊ അയാൾക്കൊരു പണി കിട്ടി, അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം. മലയാളത്തിൽ അതിന് പിന്നെ ഒരു തർജ്ജമ വന്നു, ക്ഷുദ്ര സന്തോഷം. പിന്നെ മലയാളത്തിൽ ഇപ്പൊ ഉണ്ടായെന്നാണ് മൂപ്പരതിന്റെ ന്യായം പറഞ്ഞത്. പക്ഷേ നോക്ക്, സെൽറ്റിക്കും ആംഗ്ലോ സാക്സൺ ഇംഗ്ലീഷ് ഭാഷ ലോകത്ത് ഉണ്ടാവുന്നതിന് മുമ്പ് 4 കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ തേടണം. ഒന്ന് ഫുജഅത്തുൽ മൗത്ത്, പ്രതീക്ഷിക്കാതെ നിനക്കാതെ വരുന്ന മരണം. 2 ഖഹറുർ റിജാൽ, നീതിബോധമില്ലാത്ത ഭരണകൂടം. 3 വലബത്തുദ്ദൈൻ, ഈട്ടാൻ പറ്റാത്ത കടം. 4 ശമാത്തുൽ അഅദാ. ഖാലൂ മശ്ശമാത, 4ാമത്തെ കാര്യം ശമാത്തുൽ അഅദായിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ തേടണം. അവർ ചോദിച്ച സഹാബികൾ, മശ്ശമാത, ആ വേർഡ് ഇതുവരെ കേട്ടില്ലല്ലോ അല്ലാഹുവിന്റെ റസൂൽ, എന്താ ശമാത? റിയാദുസ് സാലിഹീനിൽ പോലും ഉണ്ട് അതിന്റെ വിശദീകരണം. റിയാദുസ് സാലിഹീനിൽ പോലും എന്നുള്ള വാക്ക് അദബുകേടാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നിങ്ങൾക്ക് ബാധിക്കുന്ന ദുരന്തം കാരണം നിങ്ങളുടെ ശത്രുക്കൾ സന്തോഷിക്കുന്ന അവസ്ഥയാണ് ശമാത്തുൽ അഅദാ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4000 കൊല്ലം മുമ്പ് ജുർഹൂമും ഇസ്മായിൽ അലൈഹിസ്സലാമും കെട്ടിയ ഭാഷയിലുണ്ടെന്ന് നമ്മൾ പറയണ്ട. അറ്റ് മിനിമം 1400 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ മിണ്ടിയ ഭാഷയിൽ ഷ്യാഡൻ ഫ്രൂഡോയുടെ അറബിയുണ്ട്. ഞാൻ തരൂരിനെ റദ്ദ് ചെയ്തല്ല, അറബിയിൽ ആ സാധനം ഉണ്ട്, അത് ഹദീസിൽ തന്നെയുമുണ്ട്. ഹദീസ് ആണെങ്കിൽ മുത്തഫഖുൻ അലൈഹിമാണ്. അപ്പൊ എന്താണ് നീളമുള്ള കെട്ടിടമുണ്ടാക്കി അവർ മത്സരിക്കും.
കെട്ടിടം ഉണ്ടാക്കൽ തെറ്റാന്നല്ല, ഒരു കാലത്തെ അള്ളാഹുവിന്റെ റസൂൽ ഉദാഹരിച്ചതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ അത്ഭുതമുള്ള ഒരു ഹദീസ് കൂടി, ഞാൻ അധികം പോകുന്നില്ല. ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് താഴെ ഒരാൾക്കും എതിരഭിപ്രായമില്ലാത്ത രണ്ട് വിഷയം ചെക്ക് ചെയ്താൽ മരിക്കും എന്നുള്ളത് മാറ്റി നിർത്തിയാൽ അടുത്ത വിഷയം എന്തായിരിക്കും? കാലം തീരുന്തോറും സമയത്തിന്റെ വേഗത കൂടുന്നതാണ്. എനിക്ക് ആ ഏരിയ ആസ്ട്രോണമി അതൊരു ടച്ചായത് കൊണ്ട് എന്നെ വല്ലാതെ ആകർഷിച്ചൊരു ഹദീസാണ്. ലോകത്തൊരു കലയിലോ സയന്റിഫിക് ഫിക്ഷനുകളിൽ പോലും എങ്ങനെ ഭാവി കാലത്തേക്ക് സഞ്ചരിക്കാം, അത് നോവലായി വരുന്ന കാലം. എങ്ങനെ ഭൂതകാലത്തേക്ക് സഞ്ചരിക്കാം, അത് സിനിമയാകുന്ന കാലം. പക്ഷെ ഈ പറയുന്ന പ്രതിഭാസം, വെള്ളിയോട് വെള്ളി, മാസത്തോട് മാസം, കൊല്ലത്തോട് കൊല്ലം ഒക്കെ പെടുന്നനെ സമയം ഇരട്ടി സ്പീഡിൽ. ഇത് ലോകത്ത് ഒരു തത്വശാസ്ത്രത്തിലും വാക്കില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കല്ലാതെ. നിങ്ങളൊരു കാലം കാണാനിരിക്കുന്നു. ഏതാണ് ആ കാലത്തിന്റെ സ്വഭാവം? യതഖാറബു ഫീഹി സമാൻ. വല്ലാത്ത വാക്കാണ് യതഖാറബു ഫീഹി സമാൻ. ആ കാലത്തെ സമയങ്ങൾ പരസ്പരം അടുത്തടുത്ത് വരും. വാട്സാപ്പിലുള്ള വോയിസ് എന്താ പറയാ 2x-ൽ × 2 ഇരട്ടി സ്പീഡിൽ കേൾക്കുന്ന കാലത്തെ ഹദീസിന്റെ തർജുമ എത്ര വലുതാ? യതഖാറബു ഫീഹി സമാൻ. സമയങ്ങൾ പരസ്പരം അടുത്തടുത്ത് വരും. ഫതകൂന സനതു കശ്ശഹർ. കൊല്ലം മാസം പോലെ പോകും. വയകൂന ശഹ്റു കൽ ജുമുഅ. മാസം ആഴ്ച പോലെ പോകും. ഫതകൂനൽ ജുമുഅതു കൽ യൗം. ആഴ്ച ദിവസം പോലെയാകും. വയകൂനൽ യൗം സാഅ. ദിവസം മണിക്കൂർ പോലെയാകും. ഫതകൂന സാഅതു കതർഫത്തിൽ ലൈൽ. മണിക്കൂറോ കണ്ണ് ചിമ്മി തുറക്കുന്ന അത്രയും വേഗതയിൽ ഇതാ എന്ന് പറഞ്ഞ് കഴിഞ്ഞു പോകും. യൂട്യൂബിലെ വീഡിയോ എടുത്ത് × 2-ലല്ലാതെ 1.5-ലല്ലാതെ ആരും കേൾക്കാറില്ല. യതഖാറബു ഫീഹി സമാൻ. സമയം എന്ന് പറഞ്ഞാൽ 2025 2024 തമ്മിലുള്ള ബന്ധമല്ല. സമയം എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ നടക്കുമ്പോഴുള്ള അതിന്റെ അളവ് പോലാണ് ഈ സമയം. നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം 20 മിനിറ്റ് കൊണ്ട് 20 മിനിറ്റ് വേണമായിരുന്ന ഒരു കണ്ടന്റ് ഇക്കൊല്ലം 10 മിനിറ്റ് കൊണ്ട് കേൾക്കാം. അതല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് 100 കൊല്ലം മുമ്പ് ഒരു പകൽ ആവശ്യമായിരുന്ന ദൂരം നിങ്ങൾക്ക് 2025-ൽ 1 മിനിറ്റ് കൊണ്ട് പോയി വരാം. അതല്ലേ യതഖാറബു ഫീഹി സമാൻ. എന്താ പറയുന്നത്? വലുതൊന്നും ചിന്തിക്കണ്ട. സാധാ ഒരു വാഴ വാങ്ങാൻ നഴ്സറിയിൽ പോയി, ഒരു തെങ്ങ് വാങ്ങാൻ നഴ്സറിയിൽ പോയി. എന്താ നഴ്സറിക്കാരൻ പറയാ? നിങ്ങൾ അതെടുക്കണ്ട, ഈ തെങ്ങ് 2 കൊല്ലം കൊണ്ട് കഴിക്കും. വാഴ കാണിച്ചു 6 മാസം കൊണ്ട് കൊലകൊത്ത വാങ്ങിക്കോ. കോഴ്സ് നടത്തുന്ന മാനേജർ, ബാങ്കിന്റെ മാനേജർ, പലിശ കൊടുക്കുന്ന മാനേജർ, 3 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് സെൽഫ് സഫിഷ്യന്റ് ആയ ബിസിനസ് തുടങ്ങാം. ഡെപ്പോസിറ്റ്. വിദ്യാഭ്യാസത്തിന്റെ മാനേജർ 12 കൊല്ലം UG PG എന്ന് കറങ്ങണ്ട, 3 കൊല്ലം കൊണ്ട് USA-ൽ പ്ലേസ്മെന്റ്. വാ വന്നാ പഠിച്ചോ. യതഖാറബു ഫീഹി സമാൻ. തരതരക്. റസൂലുള്ളാഹിന്റെ സമയവുമായി കണക്ട് ചെയ്തിട്ടുള്ള വാട്സാപ്പ് സ്റ്റാറ്റസ് എന്താ? വീട്ടിലെ ഫാമിലിയിലെ കുഞ്ഞു മോൾ 5ാം ബർത്ത്ഡേ, 10ാം ബർത്ത്ഡേ, 15ാം ബർത്ത്ഡേ. ഇപ്പൊ ഫേസ്ബുക്ക് തുറന്നാൽ സുഹൃത്തിന്റെ പോസ്റ്റ്, എല്ലാ വിഷയത്തിലും A+ കിട്ടിയ എന്റെ മോൻ ഷാറ. അപ്പൊ നമ്മുടെ ഫീൽ എന്താ? ഇവൻ 10-ലെത്തിയോ? എപ്പേനു. ഞങ്ങളുടെ നാട്ടിലൊരു ഭാഷയുണ്ട്, എപ്പേനോളി ഇതല്ലോ എന്ന് പറഞ്ഞാള്. ഇതല്ലേ എപ്പേനോളി? 15 കൊല്ലോ 10 കൊല്ലോ 5 കഴിഞ്ഞ കൊല്ലല്ലേ ഇവളെ പെറ്റത്. ഇതാണ് അതിന്റെ വിശദീകരണം. നബി ഇമാമിന്റെ വിശദീകരണമാണ്. അതിൽ നിന്ന് അതിന്റെ ഐശ്വര്യം, അതിന്റെ നിറവ്, അതിന്റെ പൊലിമ അല്ലാഹു ഉയർത്തിക്കളയും. അതാണ് യതഖാറബു ഫീഹി സമാൻ. അടുത്തടുത്ത് വരും, അടുത്തടുത്ത് വരും.
കൊല്ലങ്ങൾ, മാസങ്ങളാഴ്ച, ഗഡികൾ കണക്കിൻ നിൻ ആയുസ്സിൻ തീർച്ച. തേടുന്നു അവകൾ മൺവീട്ടിലേക്ക്, തഞ്ചം നോക്കുന്നു പൊൻവീട്ടിലേക്ക്. അകക്കും തുറന്നു നോക്കടാമാട, ഉത്സാഹരമോട്ടാൽ ഉറങ്ങാമോ കാട. മുഖക്കണ്ണടക്കുൾ തൊക്കട്ടമാട, പുട്ടിട്ട പൊഞ്ചപ്പിൽ മുട്ടുകൊണ്ടുപാട. 160 കൊല്ലം മുമ്പ് ശുജായി മൊയ്തി മുസ്ലിയാർ നവറല്ലാഹു മർക്കദ ഈ ഹദീസിനെ കുറിച്ച് നമുക്ക് പാട്ട് പഠിത്തം. കൊല്ലങ്ങളും മാസങ്ങളും ആഴ്ചകളും പെരുകി പെരുകി പോകുന്നു. നമ്മൾ നാവ് കൊണ്ട് പറയുന്ന ഏറ്റവും വൃത്തിയുള്ള ഒരു നുണയാണ് നമ്മളിപ്പോ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. നമ്മളിപ്പോ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗഡികൾ കണക്കിൻ തീർച്ച. ഈ സംഗമത്തിനൊരു മെസ്സേജ് വേണല്ലോ. ഗഡികൾ കണക്കിൻ ആയുസ്സിൻ തീർച്ച. തേടുന്നു അവൾ നിന്നെ മൺവീട്ടിലേക്ക്. അങ്ങോട്ടേക്കാണ് പോകേണ്ടത്, പക്ഷേ തഞ്ചം. അതിന്റെ ഇടയിൽ നീ തേടുന്നു പൊൻവീട്ടിലേക്ക്. ഒരു പൊന്നിന്റെ പുര കെട്ടാനാണ് നിന്റെ ശ്രമം. അടുത്ത വാക്ക് 2025 പ്രസക്തമായൊരു പ്രവാചക ദർശനമാണ്. എന്താ ദർശനം? നമുക്ക് കുറെ തെറ്റിദ്ധാരണ. എന്താ? ഞാൻ ആരെ എതിർക്കുന്നതല്ല, വിശേഷ സന്ദർഭങ്ങളിൽ വെളിച്ചം വേണം. എന്നാലും മുസ്ലിം കൗം, നമ്മൾ ഉമ്മത്ത് ചിന്തിക്കേണ്ടതുണ്ട്. വെളിച്ചത്തേക്കാൾ, ഇലക്ട്രിക്കൽ കൃത്രിമ പ്രകാശത്തേക്കാൾ, കണ്ണുകൊണ്ട് കണ്ട് തളരുന്ന ലൈറ്റിനേക്കാൾ പ്രധാനം ഇരുട്ടാണ്. ഇരുട്ടുണ്ടാകുമ്പോൾ മനസ്സിൽ പ്രകാശം ഉണ്ടാകും. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് മുഖക്കണ്ണടക്കുള്ളിൽ തുറക്കട്ടമാട. നീ നിന്റെ മുഖത്തെ കണ്ണൊന്നടക്കുമോ, അപ്പൊ തുറന്നു കിട്ടും പൂട്ടിട്ട പൊഞ്ചപ്പിൽ മുത്തുണ്ടുകാടാ. സ്വബഹീന്റെ തൊട്ട് മുമ്പാണ് ആമിന ബീവിയുടെയും അബ്ദുള്ളയുടെയും പുത്രനായ മുഹമ്മദ് റസൂലുള്ളാഹി മുഹമ്മദ് ആയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാ ളുഹർക്ക് നുബുവത്ത് സ്റ്റാർട്ട് ചെയ്യാതിരുന്നത്? ളുഹർക്കല്ല, അസർക്കല്ല, മഗ്രിബിനല്ല. മറ്റൊരു കാര്യം കൂടി, നുബുവത്ത് കിട്ടിയ സമയത്തിന്റെ സിസ്റ്റം ഉണ്ടല്ലോ, ഒരു എഡ്യൂക്കേഷണൽ കരിയറിന്റെ എല്ലാ മാതൃകയുള്ള ഒരു വിഷയം. നമ്മൾ നേരത്തെ ഈ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ പോലെ എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത് എന്നുള്ളതിന്റെ പാഠം കൂടിയാണത്. സുബഹിന്റെ തൊട്ടു മുമ്പ് ഇരുട്ടത്ത് ഷാഫി ഇമാം ഒരു പരല് വിരുന്നുകാരനായിട്ട് പോയി. അപ്പൊ പരക്കാരൻ വിചാരിച്ച് വലിയ ആളല്ലേ, ഇരുട്ടത്തിരുത്തല് മോശമല്ലേ, മുത്താലയ്യാനുണ്ടാവും, കുറിച്ചു വെക്കാനുണ്ടാവും മസലകള്. റാന്തൽ ഇങ്ങനെ പോയി കത്തിച്ചു. കുറച്ചു നേരം കഴിഞ്ഞാൽ റാന്തൽ കെട്ടുണ്ടാവും. എന്താ കാറ്റത്ത് കെട്ടിയാന്ന് കൊണ്ട് രണ്ടാമത് പോയിട്ട് കത്തിക്കും, പിന്നെയും കെട്ടുകണ്ടോ, പിന്നെയും കത്തിക്കും, പിന്നെയും കെട്ടും. അവസാനം വീട്ടുകാരമല്ലേ പതുങ്ങി നോക്കി ഇതെന്താ പരിപാടി നോക്കുമ്പോ ഷാഫി ഇമാമുണ്ട്, മല്ല പോയി വൾക്കിന്റെ അടുത്ത് എത്തിയിട്ട് കെടുത്തി കളഞ്ഞു. അപ്പൊ പിന്നെ വീട്ടുകാരൻ വിചാരിച്ച് ഇനിയിപ്പോ ഞാൻ ഇതിന് മെനക്കണ്ടാലോ, മൂപ്പർക്ക് വേണ്ട നമുക്കെന്താ. പിറ്റേന്ന് രാവിലെ യാത്ര പറഞ്ഞു പോന്നാ. അപ്പൊ വീട്ടുകാരൻ ചെന്ന് ചോദിച്ചു, അല്ല ഉസ്താദേ, ഒറ്റ നിഷ്കാർ, നിങ്ങൾക്ക് പലതും നോക്കാനുണ്ട് എഴുതാനുണ്ട് എന്നുള്ള ധാരണയിലാണ് നമ്മൾ മെനക്കെട്ട് ഉറക്കു കഴിഞ്ഞ് റാന്തല് കത്തിക്കാൻ മെനക്കെട്ട്. നിങ്ങൾ തന്നെയാണ് ലാസ്റ്റ് നോക്കുമ്പോ മല്ല വന്നിട്ട് ഊതിക്കെടുത്തുന്നത്. ഇതെന്തേ? അപ്പൊ മൂപ്പര് പറഞ്ഞൊരു വർത്താനുണ്ട്, അൽദുൽമതു ജിലാഉൽ ലിൽ ഹുസൻ വനമാഉൽ ലിൽ അഖൽ. ഇരുട്ടാണ് ബുദ്ധിക്ക് മരുന്നും ദുഃഖത്തിന് ശമനീയമെന്ന് സയ്യിദുനാ വ ഇമാമുനാ വ ഖായിദുനാ അശ്ശാഫഈ റളിയല്ലാഹു അൻഹു. സ്റ്റഡി റൂം സെറ്റ് ചെയ്യുമ്പോൾ 2025 UNO ഏറ്റവും ഗൗരവത്തിൽ പറയുന്ന 2 പൊല്യൂഷൻസ് ഏതാ? ഒന്ന് ന്യൂസ് പൊല്യൂഷൻ, ദെൻ ലൈറ്റ് പൊല്യൂഷൻ. വാർത്താ മാലിന്യവും പ്രകാശ മാലിന്യവും. ഇതൊക്കെ ആലക്തിക ജ്വാലകൾ മലിന വസ്തുവാണെന്നുള്ളതാണ് ആധുനിക ലോകത്തിന്റെ കാഴ്ചപ്പാട്. വായുമലിനീകരണവും ശബ്ദമലിനീകരണവും ജലമലിനീകരണവും കഴിഞ്ഞ ഡിക്കേഡ്സിലെ പ്രോബ്ലംസ് ആണ് അവരുടെ കാഴ്ചപ്പാടിൽ. അത് കഴിഞ്ഞു. ഒന്ന് ന്യൂസ് പ്രോബ്ലം, ന്യൂസ് പൊല്യൂഷൻ. ന്യൂസ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യമില്ലാത്തത് അറിയുക. നമുക്കൊരു തെറ്റിദ്ധാരണയാണ്, ഒരു ദിവസം 10 നേരം ന്യൂസ് കേൾക്കണം. ഈ 10 നേരം ന്യൂസ് കേട്ടവനാണ് അപ്ഡേറ്റഡ്.
ആകാശവാണി രാവിലെ ഒരു പ്രാദേശിക വാർത്ത 6:15, 6:25 ഡൽഹി റിലേ വാർത്ത, 12:30 പിന്നെ ഒരു പ്രാദേശിക വാർത്ത, 6:15 പിന്നെ ഒരു വാർത്ത, 7:25 പിന്നെ ഒരു വാർത്ത. ഒരു ദിവസം പത്രം കിട്ടിയാൽ 2 പേജ് അല്ലെ 4 പേജ്. ഒരു പത്രം കിട്ടാൻ ഒരാഴ്ച വെയിറ്റ് ചെയ്യണം. ആ കാലത്തുണ്ടായിരുന്ന പൊതുബോധവും സാക്ഷരതയും വിദ്യാഭ്യാസവും ചിന്തയും ദൈക്ഷണികതയും ഇന്നുണ്ടോ? പക്ഷെ വാർത്തയോ കേട്ടോണ്ടിരിക്കൽ, പാടിക്കൊണ്ടേയിരിക്കൂ, പറഞ്ഞുകൊണ്ടേയിരിക്കൂ, മിണ്ടിക്കൊണ്ടേയിരിക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ, കൊണ്ടേയിരിക്കൂ എന്നാണ് മൊത്തം മോട്ടോസ്. മിണ്ടാതിരിക്കൂ എന്ന് കുറെ കാലായില്ലടോ മിണ്ടുന്നു. അസ്സും തുഹിക്കുമത്തുൻ വഖലീലും ഫായിലുഹാ. മനുഷ്യന് അറിയാനുള്ള അവകാശം പോലെ പ്രധാനപ്പെട്ടതാണ് അറിയാതിരിക്കാനുള്ള അവകാശം. എനിക്ക് ഏതാണ് പുസ്തകം എന്ന് ഓർമ്മയില്ല. ഒന്നുകിൽ മാധ്യമം വാർഷിക പതിപ്പ്, അല്ലെങ്കിൽ മനോരമ വാർഷിക പതിപ്പ്, അല്ല മാതൃഭൂമി വാർഷിക പതിപ്പ്. രണ്ടിലൊന്നിൽ ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന ഒരു ചർച്ച നമ്മുടെ ചാനലുകൾക്കാര് മണികെട്ടുന്നുള്ളതായിരുന്നു. 20 കൊല്ലം മുമ്പുള്ള ചർച്ച എന്താ? ന്യൂസ് ചാനൽ ഉണ്ടാക്കലായിരുന്നു അന്ന് നമുക്ക് ആവശ്യം. ഏഷ്യാനെറ്റ് മുതൽ തുടങ്ങി. ഇന്ന് അതേ സമൂഹം തിരിച്ചാലോചിക്കുന്നു, ഇതെന്ത് ചെയ്യും? കിണറ്റിലിടാൻ പറ്റുമോ? പൂത്തിവെക്കാൻ പറ്റുമോ? തുറന്നാൽ വാർത്ത പറയുകയല്ല, വാർത്താ നിർമ്മാണം. നിങ്ങൾക്ക് എത്ര ശുദ്ധമായി, എത്ര വൃത്തിക്ക്, എത്ര കണ്ടന്റീവായി, എത്ര ക്വാണ്ടിറ്റിയുള്ള ലെങ്ത് ഉള്ള ന്യൂസുകൾ നിർമ്മിക്കാൻ പറ്റുമോ? ശമ്പളം കൂട്ടിത്തരാം. ഇതല്ലേ നടക്കുന്നത്? നമുക്കിടയിലുള്ള നമ്മളല്ലാതാക്കുന്ന സാധനത്തിന്റെയും ബേസിക്കൽ പ്രശ്നം എന്താ? വാർത്തകരുടെ ആധിക്യം. അല്ലേ വാസ്തവം? വാർത്തകരുടെ ആധിക്യം. എത്ര മ്യൂട്ട് ഓഫ് ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ നന്നാകും. എത്ര ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുന്നോ അത്രത്തോളം ഉമ്മത്ത് നന്നാകും. സോറി ടു സേ. എത്ര വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുന്നുവോ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യവനീഹി. സുന്ദരമായ ഇസ്ലാം മതം ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാതിരിക്കലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാപ്പുവാജി കുറച്ച് നീട്ടുന്നതിന് തർക്കമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ 10 മണിയും കഴിഞ്ഞത്. ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യവനീഹി. അപ്പൊ അതുകൊണ്ടാണ് ന്യൂസിനെ ഒരു പൊല്യൂഷനായിട്ട് ആധുനിക ലോകം കാണുന്നത്. അറിയാനുള്ള അവകാശം പോലെ മനുഷ്യർക്കൊരു അവകാശമുണ്ട് അറിയാതിരിക്കാനുള്ള അവകാശം. ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൺസെപ്റ്റുകൾ. വിവരാവകാശം ആധുനിക ലോകത്തെ വലിയ ചർച്ചയാണ്. പക്ഷെ റസൂലുള്ളാഹിന്റെ ഒരു ഫിലോസഫിയിൽ വിവരാവകാശം പോലുള്ള മനുഷ്യന്റെ മൗലിക അവകാശമാണ് അറിയൽ. ആവശ്യമില്ലാതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സ്പേസ്. എനിക്കത് അറിയണ്ട. അതറിയാതിരുന്നോണ്ട് ഒരു കുഴപ്പമില്ല, അത്ര സ്വസ്ഥത കിട്ടുന്നേ ഉള്ളൂ. അതൊരു കൺസെപ്റ്റാണ്. എനിക്കത് അറിയണ്ട, എനിക്ക് വാർത്ത കേൾക്കണ്ട, എനിക്ക് ആ ഗ്രൂപ്പിൽ അംഗമാകണ്ട, മനസ്സുറിയാകും. ഹൗ ടു മേക്ക് പീസ് വിത്തിൻ. അതാണിത്. അകത്തെങ്ങനെ സമാധാനം ഉണ്ടാകും. അത് തന്നെ. അതിന്റെ കൂടെ വരുന്ന രണ്ടാമത്തെ കൺസെപ്റ്റാണ് മനുഷ്യൻ പ്രകൃതി കനിഞ്ഞേകിയ ഇരുട്ടിൽ സ്വല്പസമയമെങ്കിലും ഇരിക്കണം എന്നുള്ളത്. ഇരുട്ടത്തിരുന്ന് കരയുക, ഇരുട്ടത്തിരുന്ന് ദുആ ചെയ്യുക. കുതുബിയത്തും റാത്തീബും നമ്മൾ നടത്തുമ്പോ എല്ലാ ലൈറ്റും ഓഫ് ആക്കും. 27 റമദാൻ ഖിയാമുൽ ലൈലാണ് പരിപാടി. തറാവീഹ് കഴിഞ്ഞു, കാവയും കുടിച്ചു വന്നു. അടുത്ത സ്റ്റെപ്പ് എന്താ? മുഅദ്ദിൻ ഉസ്താദ് ടക് 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 ലൈറ്റ് ഒക്കെ ഓഫ്. ഇനി ഇശാ നിസ്കാരാണ്, അല്ല ഇന്ന സുബ്ഹി നിസ്കാരാണ്. എന്താ പരിപാടി? ടക് 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 ഓഫ് ആക്കി ഓണാക്കി. ഫർളിന് ഏകാഗ്രത വേണ്ട, സുന്നത്തിന് ഏകാഗ്രത വേണം. അതിനെതിരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹി നിസ്കരിക്കുമ്പോഴും ഇശാ നിസ്കരിക്കുമ്പോഴും ലൈറ്റ് ഓഫ് ആക്കിയാൽ ആ പള്ളിയിൽ കസറ ഇനി പുതിയ ഏതെങ്കിലും ഉണ്ടായിട്ട് വേണോ? എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ഫുള്ള് ലൈറ്റിലായിരിക്കണം. ഈ ലൈറ്റ് പോലെ ഖത്തറിൽ കൊണ്ടുവന്ന ലൈറ്റും വേണം, ദുബൈയിലെ ലൈറ്റും വേണം, ബഹ്റൈനിലെ ലൈറ്റും വേണം. ലൈറ്റിന്റെ മഴയാണ് ഇവിടെ നടക്കുന്നത്. ഒരു വീട് കെട്ടണം, എല്ലാ സ്ലോട്ടിലും ലൈറ്റ്. അവിടെ ഒരു മാളം, ഇവിടെ മാളം. ഇതിൽ LED, ഇത് ഫ്ലോറസെന്റ്, ഇതിന് നാടൻ ബൾബ്.
ഇവിടെ നീല, അവിടെ പച്ച. ലാസ്റ്റ് 2 സ്ലോട്ട് പണിക്കാരൻ പൊട്ടിച്ചു. ഇനി ദുനിയാവിൽ എന്തെങ്കിലും കണ്ടുപിടിച്ച് വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അത് മാർക്കറ്റിൽ ഇല്ല. ഒരാകെ കെട്ടാൻ 9 ലക്ഷം. ഇലക്ട്രീഷ്യൻ പോകുമ്പോഴേക്ക് 50 ലക്ഷം. 25 ലക്ഷം എങ്ങനെ പോയത്? കത്തിച്ചതാണ്. പൈസ കത്തിക്കുമെന്ന് അറിയില്ല, അതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഗഫൂർ ദാരിമി ഉസ്താദ് പറഞ്ഞതിന് നമ്മളെ എതിരെ പറയുന്നത്. ഗഫൂർ ദാരിമി ഉസ്താദ് പറഞ്ഞത് ലൈറ്റിന്റെ മൂല്യം ബാക്കിയാക്കേണ്ട പരിപാടിയാണ്. അതെങ്ങനെയാണ്? ബാലൻസിങ് അല്ല. ലൈറ്റിനൊരു മൂല്യം വേണ്ടേ? ലൈറ്റ് തെളിക്കേണ്ടത് വിശേഷ സന്ദർഭങ്ങളിലാണ്. അതുകൊണ്ടാണ് നാം റബീഉൽ അവ്വലിൽ പള്ളി അലങ്കരിക്കുന്നത്. 24 മണിക്കൂർ അലങ്കരിക്കുന്നത്. പിന്നെ പുതിയ മുണ്ടും ഉപായവും അണിയേണ്ട പെരുന്നാൾക്കാണ്. എല്ലാ ദിവസവും ഷോപ്പിംഗ്. പിന്നെ എന്ത് പെരുന്നാൾ? ആഴ്ച ഷോപ്പിംഗ്. പെരുന്നാളിന് പഴയതാണ് ഇടാൻ തോന്നുന്നത്. മുറിയിലേക്ക് പോയാൽ നമുക്ക് കൺഫ്യൂഷനാണ്. ഇന്നിപ്പോ ഇടുക, നീലയാക്കണോ, പച്ചയാക്കണോ, മഞ്ഞയാക്കണോ? നമ്മുടെ വീടുകളിലുള്ള ഡ്രസ്സുകൾ മുക്കാലും എവിടത്തേക്കെങ്കിലും കൊടുത്താലും ഒരു മിനി ടെക്സ്റ്റൈൽസ് നടത്താനുള്ളത് പിന്നെയും ബാക്കിയല്ലേ? അല്ലേ? ആരാണ് വാങ്ങിപ്പിക്കുന്നത്? ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്. വാങ്ങൂ. ഭംഗിയുള്ള പേരുകൾ. പണ്ടൊക്കെ വ്ളോഗേഴ്സ്, പിന്നെന്താ സ്ട്രീമേഴ്സോ, പുതിയെന്താ? വീട്ടിലുള്ള ആകെ ചെരുപ്പ് ആർക്കെങ്കിലും 3/4 ചെരുപ്പ് കൊടുത്താലും ബാക്കിയുള്ള ചെരുപ്പുണ്ട് ഒരു സമൂഹത്തിന് ജീവിക്കാം. ആകെ പാത്രങ്ങളിൽ പകുതി കൊടുത്താലും അടുക്കളയിൽ ബാക്കി വരുന്ന പാത്രം കൊണ്ടൊരു ക്രോക്കറി കട തുടങ്ങാം. ആഘോഷം. അതിന്റെ ഭാഗമാണ് ഈ ലൈറ്റ് സംസ്കാരം. കോൺസെൻട്രേഷൻ പോകും. സ്റ്റഡി റൂം സെറ്റ് ചെയ്യുന്ന പ്രവാസി എന്താ വിചാരിക്കുന്നത്? മുമ്പിൽ ലൈറ്റ്, ബേക്കിൽ ലൈറ്റ്, അടുത്ത ലൈറ്റ്, വലത്ത് ലൈറ്റ്, ടേബിളിന്റെ അടി കൂടി ലൈറ്റ് കൊടുക്കാൻ സ്ഥലമാക്കിയില്ല. എന്റെ മോൻ 3 കൊല്ലം കൊണ്ട് കളക്ടറും ഡോക്ടറും ആവുന്ന സാബിന്റെ വിചാരം 3 കൊല്ലം കൊണ്ട് ലക്ഷണമൊക്കെ മന്ദനാകും. കോൺസെൻട്രേഷൻ മുഴുവൻ പോകും. അതേ സംഭവിക്കുള്ളൂ. ഈ പാഠമാണ് എവിടെ എഴുതുന്നറിയോ? സ്വബഹിയുടെ മുമ്പ് ഇഖ്റ എന്ന് പറഞ്ഞു കൊടുത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായിരുന്നു അന്തരീക്ഷം? അരണ്ട വെളിച്ചം, ബാക്ക്ഗ്രൗണ്ടിൽ മുഴുവനും ഇരുട്ട്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയൊക്കെ പറയുന്ന ഒരു തഹ്ഖീഖുണ്ടല്ലോ, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ എന്ന് പറഞ്ഞ ആ ദാലിക്കയുടെ മുഷാർ ഇലൈഹി ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അതിന്റെ ഒരു ചെറുപ്പതിപ്പ് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തിരുന്നു എന്ന്. ഇതൊരു വ്യാഖ്യാനമാണ്, തഫ്സീറാണ്. ആ വിശുദ്ധ ഖുർആനിന്റെ പ്രതിയിലേക്ക് മാത്രം പ്രകാശം, ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ഇരുട്ടാണ്. അങ്ങനെ സെറ്റ് ചെയ്യുന്ന സ്റ്റഡി റൂമിൽ ആ സമയത്ത് ഒരാൾ പഠിച്ചോക്ക്, എല്ലാ ഭാഗവും ഇരുട്ട്. വായിക്കുന്ന പുസ്തകത്തിലേക്ക് മാത്രം ടേബിളാണ്. അതും പവർഫുൾ ലാമ്പല്ല, മിതമായ പ്രകാശം. തല ഇരിക്കേണ്ടതും ഇരുട്ടാണ്, ബാക്ക് ഭാഗം മുഴുവനും ഇരുട്ടത്തിരിക്കണം. ആ നേരമോ ഒന്നാം ആകാശത്തേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി വരുന്ന നേരം എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ നേരം. നിരീശ്വരവാദി കളിയാക്കും, അള്ളാഹിന്റെ റഹ്മത്ത് ഒന്നാം ആകാശത്തേക്ക് പൊലച്ചക്ക് ഇറങ്ങി വരിക. അത് മനസ്സിലാവാൻ ഇത്ര ചെയ്താൽ മതി. അടുക്കളയിൽ നമ്മൾ പിറ്റേന്ന് രാവിലെ കറി വെക്കുന്ന പയറും കടലയില്ലേ, ആ പയറും കടലയും എത്ര മണിക്കാണ് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. പ്രസവിക്കുക എന്ന് നോക്കിയാൽ മതി, റഹ്മത്തിന്റെ നേരം ഏതാന്ന് മനസ്സിലാവാൻ. നാളെ വീട്ടിലെ അടുക്കളയിൽ പുട്ടാണ്, ഉമ്മ കടലയാണ് കറിയാക്കി വെക്കുന്നത്. ഇന്ന് രാത്രിയെ പുതിർത്തി വെക്കുമല്ലോ കിണ്ണത്തിൽ, അല്ലെ പയറാണ് പുതിർത്തി വെക്കുമല്ലോ. രാത്രി വെക്കുമ്പോ ഫ്രഷാണ്, കന്യകയാണ് പയർ അല്ലെ കടല. 10 മണിക്കും കന്യക, 12 മണിക്കും കന്യക. പക്ഷെ രാവിലെ നോക്കിയാൽ എന്തുണ്ടാവും? കടലാന്റെ പള്ളയെന്ന് ഒരു ചെറിയ വെളുത്ത നാര് പുറത്തേക്ക് നീട്ടിട്ടുണ്ടാവും. അതിന് കടല പ്രസവിക്കാന്ന് പറയുന്നത്. കടലക്ക ബീവി പെറ്റതാണ്. പയറ് നോക്കിയ പയറിന്റെ പള്ളയെന്നൊരു വെളുത്ത നാര് പുറത്തേക്ക് നീട്ടിട്ടുണ്ടാവും. ഒരാൾ ഒബ്സർവ് ചെയ്ത് എത്ര മണിക്കാണ് ഈ വെള്ള നാര് പുറത്തേക്ക് വന്നേ? അതിനൊരാൾ മെനക്കെട്ടാൽ, ഭൂതക്കണ്ണാടി വെച്ച് മെനക്കെട്ടാൽ 10 മണിക്ക് പ്രസവിച്ചിട്ടില്ല, 11 മണിക്കും ഇല്ല. ഇന്ന് പോയി നോക്കൂ, 12 മണിക്കും ഉണ്ടാവില്ല, 13 മണിക്കും ഉണ്ടാവില്ല, 14 മണിക്കും ഉണ്ടാവില്ല. 2 മണിയായി ഉറങ്ങിപ്പോയി.
2:30 മണി വരെ പിടിച്ചേക്കാം. രാവിലെ 7 മണിക്ക് നല്ല കിണ്ണം നോക്കിയാലുണ്ടാകും ഒരു കുരുന്നിനെയും പേറി കടലൊക്കെ നിൽക്കുന്നുണ്ടാകും. ഏത് സമയത്താണ് പ്രസവിച്ചത് എന്ന് ചോദിച്ചാൽ സമാഉദ്ദുനിയയിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന നേരം. ആ റഹ്മത്ത് ഇറങ്ങുന്ന നേരമാണ് ബ്രെയിനിലേക്ക് ന്യൂറോൺ കെമിക്കൽ വേവിങ്ങിന് എനർജി ഉണ്ടാവുക. അതുകൊണ്ടാണ് ആ നേരത്ത് വഹ്യുണ്ടായത്. ഇരുട്ടത്താണ് വിപ്ലവങ്ങൾ മുഴുവനും, ലേറ്റൊന്നുമല്ല. ഇമ്രാന്റെ പുത്രനായ മൂസ എപ്പോഴാണ് കലീമുല്ലാഹി മൂസയായത്? ഇരുട്ടത്ത്. فقال إني أنست نارا لعلي آتيكم منها بقبس أو أجد على النار هدى. സഫൂറ ബീവി അപ്പം പ്രസവം തികഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഈജിപ്തിലേക്ക് പോവാ വഴി അറിയില്ല. സഫൂറ ബീവി കുറ്റപ്പെടുത്തുന്നുണ്ട്. വലിയ ഡയലോഗേനല്ലോ എന്നെ കൂട്ടി വരുമ്പോ എന്തായി വഴി പോലും അറിയില്ല. എങ്ങനെയാ കടക്കുക? അവിടെയാണെങ്കിൽ കോപ്റ്റിക് ക്രിസ്ത്യാനിയെ കൊന്ന കേസുണ്ട്. ലുക്കൌട്ട് നോട്ടീസും വന്നിട്ടുണ്ട്. നേരം വെളുത്താൽ പിടിച്ചുണ്ടോ. അപ്പോഴാണ് മൂസ അലൈഹിസ്സലാം ഇരുട്ടത്ത് ദൂരെ ഇന്നി ആനസ്തു നാറൻ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ, അവിടെ ആ തീക്കൂട്ടിയത് ഞാൻ കാണുന്നു, ചെന്ന് നോക്കട്ടെ, അവിടെ നിന്ന് ഞാൻ റാന്തൽ കൊണ്ടുവരാം. ഔ അജിദു അലന്നാരി ഹുദാ, അല്ലെങ്കിൽ അവിടെ തീക്ക എന്ന മനുഷ്യനോട് ഈജിപ്തിലേക്കുള്ള റൂട്ട് മാപ്പ് ഞാൻ തേടി വരാം എന്ന് ആര്? മൂസ ബിൻ ഇമ്രാൻ. അന്ന് നബിയായിട്ടില്ല. ആ സമയത്ത് മൂസ അലൈഹിസ്സലാമിന്റെ ആധാറും ഐഡന്റിറ്റിയും പരിശോധിച്ചാൽ മൂസ കലീമുല്ലാഹ് എന്ന് പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടില്ല. മൂസ ബിൻ ഇമ്രാൻ എന്നാണ് പേര്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ആ കാർഡ് ഇൻവാർഡ് പുതിയ കാർഡ് വന്നു. നബിയായി കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. എപ്പോഴാ കിട്ടിയത്? അറിവ് എപ്പോഴാ കിട്ടിയത്? ഇരുട്ടത്ത്, വെളിച്ചത്തിലല്ല. ഇത് ഇവരെ പഠിപ്പിക്കുന്നതാണ്. ഞാൻ ഷോർട്ടാക്കുന്നു. ആധുനികത പഠിപ്പിക്കുന്നതാണത്. എല്ലാ സംഗതി ചിരിച്ചോണ്ടിരിക്കൂ. നമുക്ക് തെറ്റിദ്ധാരണ. ഒരാൾ കരയുന്ന പോലെയാണ്. എന്താ ചോദിക്കുക? നിങ്ങൾ എന്താ ഒരു വിഷമോ? എന്നോട് പറ, ഞാൻ പരിഹരിച്ചു തരും. എന്തിനാ കരയുന്നേ? ഒരാളെ പോയി ചിരിക്കുന്നതാണ്. നമ്മൾ ആരെങ്കിലും ചോദിക്കലുണ്ടോ എന്തിനാ ചിരിക്കുന്നേ? ഞാൻ പരിഹരിച്ചു തരാന്ന് പറയണ്ടോ? റസൂലുള്ളാഹിന്റെ കൺസെപ്റ്റ് എന്താ? ലോ അലിംതും അലിംതു ലബകൈതും കസീറാ ഫലഹികുതും ഖലീലാ. ഞാൻ അറിഞ്ഞിരുന്ന പൊരുൾ നിങ്ങൾക്ക് അറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ എപ്പോഴും കരയും, സൽമേ ചിരിക്കൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിരിച്ചോണ്ടിരിക്കൂ. നല്ല ഇൻസ്റ്റാഗ്രാം പഠിപ്പിക്കുന്ന ചിരിച്ചോണ്ടിരിക്കൂ. നല്ല ആളെ എപ്പോഴും ചിരിക്കും. ആരെക്കടാലും ചിരിക്കും. നല്ല ആളെ എപ്പോഴും. കഴിഞ്ഞ 40 ദിവസത്തിന്റെ ഉള്ളിൽ ഒരു തവണ പോലും നമ്മൾ കുടുകൂടാന്ന് കരഞ്ഞിട്ടില്ലെങ്കിൽ പറഞ്ഞതിന്റെ പുറത്ത്. കഴിഞ്ഞ 4 മണിക്കൂറിന്റെ ഉള്ളിൽ ചിരിക്കാത്തയാൾ എന്ന് പറഞ്ഞാൽ വിശേഷമല്ലോ. കഴിഞ്ഞ 40 മിനിറ്റിന്റെ ഉള്ളിൽ ചിരിക്കാത്ത ആൾ എന്ന് പറഞ്ഞാലും വിശേഷമല്ല. കഴിഞ്ഞ 4 മിനിറ്റിന്റെ ഉള്ളിൽ ചിരിക്കാത്ത ആൾ എന്ന് പറഞ്ഞാലും വിശേഷമല്ല. കഴിഞ്ഞ 4 മിനിറ്റിന്റെ ഉള്ളിലും നമ്മളൊക്കെ ചിരിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ വിനീതമായ ചോദ്യം ഇതാണ്, കഴിഞ്ഞ 40 ദിവസത്തിന്റെ ഉള്ളിൽ കരഞ്ഞ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ അത് മനസ്സാക്ഷിയിൽ കുറവായിരിക്കും. എപ്പോഴും കരയുന്നയാള്. പല വൈബും നമ്മൾ കേട്ടു. ഇൻസ്റ്റാഗ്രാം കാലത്ത് റസൂലുള്ളാഹിന്റെ സ്റ്റാറ്റസിന്റെ വൈബ് എന്ന് വിളിച്ചു. എന്തായാലും കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാസിലൽ അഹ്സാൻ. ഐ ഫീൽ സാഡ്. സാഡിങ്ങിന്റെ ഇമോജി ആയിരുന്നു സ്റ്റാറ്റസ് ആയിട്ട് വരുമായിരുന്നത്. മുതവാസിലൽ അഹ്സാൻ ദായിമൽ ഫിക്ർ. എപ്പോഴും ആലോചിക്കുന്ന ആളായിരുന്നു. ആഘോഷിക്കുന്ന ആളല്ല, ആർമാദിക്കുന്ന ആളല്ല, ആലോചിക്കുന്നയാൾ. അതാണ് എല്ലാ ആപ്ലിക്കേഷൻസും എല്ലാ ഗെയിംസും എല്ലാ ആധുനികതയും ആലോചിപ്പിക്കുന്നതിൽ നിന്ന് അകറ്റുന്നു. പറയുമ്പോ പറയാറ്, ഇപ്പൊ ഗൾഫ് GCCയിൽ പോലും എന്താ ഈ റിക്രിയേഷൻ എന്റർടൈൻമെന്റുകൾ കൂട്ടുന്നത്? അതിന്റെ ഒരു കാരണമായിട്ട് എന്താ വിദഗ്ധർ പറയുന്നത്? ജനങ്ങൾ ആലോചിക്കാൻ പോലും പാടില്ല. ആലോചിക്കുന്ന സമയം ആനന്ദിക്കൂ, എന്നിട്ട് തിന്നു, എന്നിട്ട് കടന്നുറങ്ങൂ. പിറ്റേന്ന് രാവിലെ വീണ്ടും ആനന്ദം സ്റ്റാർട്ട് ചെയ്യൂ. ആലോചിച്ച പ്രശ്നം ഇന്ന് ഉറങ്ങുന്നവരെ ആനന്ദിക്കുക, പിന്നെ മറിമറക്കുക. രാവിലെ എഴുന്നേൽക്കുക, പിന്നെ ആനന്ദിക്കുക. നീ ആലോചിക്കാൻ പാടില്ല. അതുകൊണ്ട് നാടകവും ഡ്രാമയും കൾച്ചറൽ ഈവന്റുമായി പോയാൽ അടിപൊളി പുരസ്കാരം. ആലോചിപ്പിക്കുന്ന സംഗതിയാണെങ്കിലോ സെൻസറി കേസ്, കുലുമാലി, വക്കാണം. ആലോചിക്കാൻ പാടില്ല. സമൂഹം ആലോചിച്ചാൽ പ്രശ്നമാണ്. എവിടെയും നടക്കുന്നത് നിങ്ങൾ ആലോചിക്കരുത്, നിങ്ങൾ ആനന്ദിക്കൂ. വിചാരിക്കരുത്, വികാരപ്പെടൂ.
ദാഇമൽ ഫിക്ർ, എപ്പോഴും എന്തോ ഗൗരവമുള്ളത് ചിന്തിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി ലൈസ ലഹു റാഹ, മതിമറക്കുന്ന ഒരു നേരം അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടായിരുന്നില്ല, വിശ്രമിക്കുന്ന ഒരു നേരം ഉണ്ടായിരുന്നില്ല മുഹമ്മദ് റസൂലുള്ളാഹി. എന്നാ നമ്മളും പറയല് ആയ കാലത്ത് പഠിച്ചിരുന്നുവെങ്കിൽ പിന്നെ വിശ്രമിക്കായിരുന്നു, ആയ കാലത്ത് ഡെപ്പോസിറ്റ് ചെയ്താൽ വിശ്രമിക്കാമായിരുന്നു. ഇത്രയും കാലം വരെ അധ്വാനിച്ചതിന് ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, അത് ബാങ്ക് മുതലാളി പഠിപ്പിച്ചതാണ് സമുദായത്തെ. റസൂലുള്ളാഹിന്റെ സംസ്കാരം മരിക്കുന്ന സെക്കൻഡ് വരെ പണിയെടുക്കുക. ലൈസ ലഹു റാഹ. പക്ഷേ കരച്ചിലാണ്, ദുഃഖമാണ്, സങ്കടമാണ്. പക്ഷേ ലികുല്ലി ഹാലിൻ ഇൻദഹു ഇതാദ് എന്നാണ് അതിന്റെ ക്ലൈമാക്സ്. ഷമായിലാണ്, ഷമായിൽ തുർമുദിയിലെ ഹദീസ്, ലികുല്ലി ഹാലിൻ ഇൻദഹു ഇതാദ്. ഏത് സാഹചര്യത്തെയും മറികടക്കാനുള്ള മനോബലമുണ്ടായിരുന്നു. സ്നേഹിച്ച പെണ്ണ് റീപ്ലൈ കൊടുത്തില്ല, പെട്രോള് വെച്ച് കത്തിക്കുക. സ്നേഹിച്ചാണ് കൂടെ നിന്നില്ല, വെട്ടി മരിക്കുക. ഗെയിം കളിക്കാൻ ഉമ്മ സാധനം കൊടുത്തില്ല, ഉമ്മാന്റെ കഴുത്തിൽ കൊടാലി കൊണ്ട് കുത്തുക. നിസാരമായ പ്രശ്നത്തിന് ഭാര്യയോട് തലാഖിന്റെ വാക്കുകൾ മാലപ്പടക്കം പോലെ പറയുക. നിസാരമായ വാക്കിന് അതിക്ഷണികമായ നൂലുമ്മൽ പോലും ബന്ധിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ മനോവികാരങ്ങൾ ദുർബലമാവുക. പെടുന്നനെ ദേഷ്യം, പെടുന്നനെ വാശി, പെടുന്നനെ സ്നേഹം, എല്ലാം പെടുന്നനെ. കാണുന്ന ഇന്ന്, പ്രേമിക്കുന്ന ഇന്ന്, ഒളിച്ചോടുന്ന ഇന്ന്, ബന്ധപ്പെടുന്ന ഇന്ന്, തെറ്റുന്ന ഇന്ന്, തൂങ്ങുന്നത് നാളെ, എല്ലാം പെടുന്നനെ. ദേഷ്യം വരുന്ന ഇന്ന്, തലാക്ക് ചെല്ലുന്നത് ഇന്ന്, സങ്കടാവുന്നത് ഇന്ന്, ഫത്വ തേടി കത്തയക്കുന്നതും ഇന്ന്. എല്ലാം പെട്ടെന്നാണ്. കാരണം എന്താ? ജിമ്മാണ്, ഡാറ്റിംഗ് ആണ്, ജോഗിംഗ് ആണ്, സിക്സ് പാക്ക് ആണ്, ഒക്കെ ബോഡി ഓക്കെ ആണ്, തിളങ്ങുന്നുണ്ട്, കളറാണ്, വൈബാണ്. പക്ഷേ മനസ്സിന് കൊതുകിന്റെ ചിറകിന്റെ ബലമില്ല. അവിടെയാണ് ഈ വാക്ക് ലികുല്ലി ഹാലിൻ ഇൻദഹു ഇതാദ്. അവസാനത്തെ ഒരു കഥ, മദീനയിൽ അതിഭീകരമായ ഭയാനകമായ ഒരു ശബ്ദമുണ്ടായി ഒരു സുബഹിയുടെ നേരത്ത്. ഒരുവിധം സഹാബികളൊക്കെ ചിന്തിച്ചു, എന്തായിരിക്കും ആ ശബ്ദം? ശബ്ദം കേട്ട ഭാഗത്തേക്ക് സഹാബികളൊക്കെ പോകുന്നു. എല്ലാര മുറാദിന്റെയും അടിസ്ഥാന മുറാദ് റസൂലുള്ളാഹിന്റെ ഉറക്കം നശിക്കരുത്. റസൂലുള്ള ഉണരുമ്പോഴേക്ക് എന്താണ് വിഷയം എന്നുള്ളത് അവിടെ പോയി റിപ്പോർട്ട് ചെയ്യണം. എല്ലാവരെയും നിയത്തതാ. അങ്ങനെ പ്രമുഖന്മാരൊക്കെ ചുരുക്കി പറഞ്ഞാൽ ശബ്ദം കേട്ട മലയുടെ ഭാഗത്തേക്ക് പോയി മല കയറി തുടങ്ങുമ്പോഴുണ്ട് കുതിരപ്പുറത്ത് തിരിച്ചു വരുന്നു, പേടിക്കേണ്ട, അതൊരു പാറ പൊട്ടിയതാണെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്രസയിൽ നബിയുടെ കുട്ടികൾ പറയുന്ന കഥയില്ല, മൻ യംനഉക മിന്നി. ഉറങ്ങുകയാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഒരു മൂർച്ചയുള്ള ഇരുമ്പിന്റെ ഒരു സാധനം കരേന്ന് ശബ്ദിക്കുന്ന പോലെ നൊരയുന്ന ഫീൽ ഉണ്ടായതാണ്. റസൂലുള്ള കണ്ണോർന്നു. നോക്കുമ്പോ വാളാണ്. അപ്പൊ ഇവന്റെ ചോദ്യം, മൻ യംനഉക മിന്നി, എന്നിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കുന്നല്ല അതിന്റെ നേരാർത്ഥം. അത് നേരാർത്ഥമാണ്. എന്റെ സാരം എന്താ അറിയോ? എന്തൊക്കെയേനും അല്ലാഹ്, ജിബ്രീല്, വഹയ്യ്, ഭൂതകാലം, ഭാവികാലം, ലൗഹുൽ മഹ്ഫൂദ്, പവനായി ശവമായി എന്ന് പറയില്ലേ, അതന്നെയാണിത്. എന്തായി ഒരു പ്രതിപക്ഷ ബഹുമാനം കൊടുക്കണ്ടേ ആ സന്ദർഭത്തിൽ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കണ്ടേ, ഒന്ന് റെസ്പെക്ട് ചെയ്യണ്ടേ, ഒന്ന് കൈകൂപ്പണ്ടേ? മുല്ലാ അലിൽ ഖാരി റഹിമഹുല്ലാഹ് എങ്ങനെയാണ് ശർഹ് ചെയ്തത് അറിയോ? ഒന്ന് ഇരിക്കാൻ പോലും തയ്യാറാകാതെ കണ്ണ് തിരുമ്മിയിട്ട് ഒരു ഭാവത്തിൽ പറഞ്ഞു, പോടർക്കാന്ന് പറയല്ലോ, അള്ളാന്ന് പറഞ്ഞു. അള്ളാന്നുള്ള ധ്വനിയിൽ ഞെട്ടിയതല്ല വാസ്തവത്തിൽ, ഈ ആറ്റിറ്റ്യൂഡിലാണ് ഞെട്ടിയത്. വാളിന്റെ മുമ്പിൽ ഒന്നുമില്ലെങ്കിൽ ഈ മനുഷ്യൻ എന്നെ ഒന്ന് ബഹുമാനിച്ചൂടെ, ഒന്ന് എഴുന്നേറ്റ് ഇരുന്നൂടെ? മിനിമം ഇരിക്കാൻ പോലും തയ്യാറാകാതെ എന്നെ അപമാനിച്ച് കളഞ്ഞല്ലോ ഇയാൾ. ആ ഷോക്കിലാണ് വാള് താഴെ വീണപ്പോ കടന്ന കടപ്പിൽ കാല് കൊണ്ട് വാള് ചുറ്റി കയ്യിലാക്കിട്ട് വെച്ചു. മന്യം നോക്ക് പിന്നി.
അതിന് മറുപടിയില്ല, മറുപടി പറയാനും കഴിയില്ല. നമ്മൾ പറയല്ലോ, കൂട്ടിയ കൂടുന്നതിന് നിക്ക്, കിട്ടോ എന്ന് പറയല്ലോ. ആംഗ്യം കാണിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതിന്റെ അറബിയാണ് ലിക്കുല്ലി ഹാലിൻ ഇൻദഹു ഇത്താ. വിവരമുള്ളവരൊക്കെ അംഗീകരിച്ച് വിവരമില്ലാത്തവർ അംഗീകരിക്കുകയില്ല, അംഗീകരിക്കേണ്ടതുമില്ല. ഇതൊരു ന്യൂനപക്ഷത്തിന് പറഞ്ഞ യാ റബ്ബി യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മാ ഖസീദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസി അൽ കറമി മൗലായ സ്വല്ലി വസല്ലം. ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകൾ വിമർശിച്ചത് കൊണ്ട് തകരൂല. കേരളത്തിൽ ഏറ്റവും വലിയ എന്താണ് മധുഹുൻ നബി മൗലൂദൊക്കെ എഴുതിയത് ഇവിടെയുള്ള ഇതര മത സമുദായത്തിൽപ്പെട്ട ആൾക്കാർ കൂടിയാണ്. നമ്മൾ ആരുമല്ല, ഇതര മതത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഞാൻ ഈ വാക്ക് ബോധപൂർവം പറയുന്നതാണ്. ഈ റബീഉൽ അവ്വലിൽ അതൊരു നിയ്യത്ത് പോലെ വെച്ചതുമാണ്. നബി വിമർശനം നടത്തുന്നത് പ്രസംഗമല്ല, നിർത്തി. നബി വിമർശനം നടത്തുന്ന എക്സ് മുസ്ലിംസിൽപ്പെട്ട കോളാമ്പി ചാനൽ നടത്തുന്ന എസൻസുകാരോ അല്ലാത്തവരോ ആയ വിനീതരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ, അവരോട് ഒരു നബി സന്ദേശ പ്രചാരകന്മാർ എന്നുള്ള നിലയ്ക്ക് എനിക്കും നമുക്കും പറയാനുള്ള, ചോദിക്കാനുള്ള വിനീതമായൊരു ചോദ്യം. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഒരു പുസ്തകം, അതൊരു മുസ്ലിം പണ്ഡിതൻ എഴുതിയ പുസ്തകം ആവണമെന്നില്ല. ഒരു മതേതര പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ഏതെങ്കിലും ഒരു പുസ്തകം A to Z വായിച്ചിട്ടാണ് വിമർശനമെങ്കിൽ അത് ന്യായമായ ഒരു അക്കാദമിക വിമർശനമായി പരിഗണിക്കാമായിരുന്നു. ഈ മഹത്തായ വേദിയുടെ ഹുർമത്തിനെ മാനിച്ച് ഞാൻ പേരുകൾ പറയുന്നില്ല. നിരന്തരം സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ വലിയ ചരിത്ര പുരുഷനെ, ലോകം അന്തിച്ചു പോയ ചരിത്ര പുരുഷനെ കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ വ്യക്തിഹത്യയും തേജോവധവും ചെയ്ത് ജീവിച്ചു പോകുന്ന, ഉപജീവനം തേടുന്ന ആ വ്യക്തികൾ നെഞ്ചിൽ കൈവച്ച് ആലോചിക്കണം. ലൈഫിൽ ഒരു പുസ്തകം, പ്രവാചകന്റെ ഓട്ടോബയോഗ്രഫി അവർ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വായിച്ചവരുണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്ന നിരീശ്വരവാദികൾക്ക് അള്ളാഹുവിന്റെ റസൂലിനോട് ബഹുമാനമായിരുന്നു. MC ജോസഫ് വായിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് നല്ലത് പ്രബന്ധമായി എഴുതിയിട്ടുണ്ട്. കലാനാഥൻ വായിച്ചിട്ടുണ്ട്, നല്ലത് പറഞ്ഞിട്ടുണ്ട്. എടമുറക് വായിച്ചിട്ടുണ്ട്, വിമർശനത്തോടൊപ്പം നല്ലത് പറഞ്ഞിട്ടുണ്ട്. EV പെരിയാർ വായിച്ചിട്ടുണ്ട്, ഞാൻ ഒരു മതം സ്വീകരിക്കുമെങ്കിൽ അത് മുഹമ്മദിന്റെ മതമാകുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു രാജ്യം കണ്ട വലിയ നിരീശ്വരവാദിയാണ്. പക്ഷേ ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ കമ്മിങ് ഓഫ് ഇസ്ലാം എന്ന തന്റെ 48ാമത്തെ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാര്യത്തിൽ അഡ്മിറേഷൻ കൊണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്ത്യയുടെ, കേരളത്തിന്റെ, മലയാളത്തിന്റെ നിരീശ്വര സംസ്കാരം. കേരളത്തിൽ നിരീശ്വരവാദം ഉണ്ടാക്കിയ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ തന്റെ മകൾക്ക് പേരിട്ടത് പ്രവാചകന്റെ പത്നിയായ ആയിഷ എന്ന പേരാണ്. ഇതൊക്കെയാണ് മലയാളത്തിന്റെ പാരമ്പര്യം. ഈ നിരീശ്വരവാദികൾക്ക് എന്തറിയാം? നിരീശ്വരവാദം കേരളത്തിൽ ഉണ്ടാക്കിയ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ തന്റെ മകൾക്ക് പേരിട്ടത് പ്രവാചകന്റെ പത്നിയുടെ പേരായ ആയിഷ എന്നാണ്. ആരെ ചോദിച്ചു, ഇത് മുഹമ്മദീയ പേരല്ലേ, ആയിഷ എന്ന പേര് ശരിയാകുമോ? അപ്പൊ എന്താ സഹോദരൻ അയ്യപ്പന്റെ മറുപടി? കീഴാള ദളിത് പിന്നോക്ക സ്ത്രീകൾക്ക് വിമോചനത്തിന്റെ പ്രതീകമായ ആയിഷയുടെ പേരല്ലെങ്കിൽ വേറെ പേര് ഞാൻ എന്താണ് ഇടേണ്ടത്? ഇത് മലയാളത്തിലുണ്ടായ ചോദ്യം. ഈ യാഥാർത്ഥ്യം ഉണ്ടായിരിക്കെയാണ് ഉള്ളില്ലാത്ത ഉള്ളിത്തോലുകൾ അള്ളാഹുവിന്റെ പ്രവാചകനെ വിമർശിക്കുന്നത്. നബി ചരിത്രം വായിക്കാത്തവർ വിമർശിക്കുന്നത് പരാക്ഷേപമല്ല, സങ്കടം തോന്നും. പക്ഷേ ഉള്ളിത്തോലുകൾക്ക് വള്ളത്തോള് മറുപടി എന്ന് പറയാലോ. അതുകൊണ്ട് ഞാൻ ബോധപൂർവം ആ വാക്കുപയോഗിക്കുന്നു എന്ന് പറഞ്ഞത്. ഉള്ളിത്തോലുകൾ, ഈ ഫിലോസഫിയിൽ ഉള്ളില്ലായ്മന്റെ പ്രതീകമാണ് ഉള്ളി എന്ന് പറയും.
ഈ സന്യാസിമാരുടെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഉള്ളിയുടെ ഉള്ളു തേടി ഉള്ളുള്ളവൻ ഉള്ളിയുടെ ഉള്ളിലേക്ക് സഞ്ചരിക്കും തോറും ഉള്ളിക്ക് ഉള്ളില്ലെന്ന് ഉള്ളുള്ളവന് ഉള്ളാല ബോധ്യപ്പെടും. ഉള്ളിന്റെ ഉള്ളു തേടി ഉള്ളിനിങ്ങനെ അടർന്ന് ഉള്ളിന്റെ ഉള്ളിലേക്ക് പോയാൽ ലാസ്റ്റ് ഉള്ളി തന്നെ ഉണ്ടാവും. ഉസ്താദുമാര് പറയും അക്സോണ്ട് പേരിടുക. ഈ ഖദറിൽ വിശ്വാസം ഇല്ലാത്തവർക്ക് ഖദരിയ എന്ന് പേരിട്ട പോലെ. അതുപോലെ മലയാളത്തിലെ ഒരു ഫിലോസഫിക്കൽ മിസ്റ്റിക് വാക്കാണ് ഉള്ളില്ലാത്ത സാധനത്തിന് ഉള്ളി. ആ ഉള്ളില്ലാത്ത ഉള്ളിയുടെ ദുർബലമായ തൊലിപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഈ നിരീശ്വരവാദികൾ. ഈ അവർക്കാണ് വള്ളത്തോൾ മറുപടിയും പറഞ്ഞത്. കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിൽ അമർന്നു വീണു അറേബ്യക്കാർ കുറുമ്പുമാറാത്ത കുറേശി വര്യർക്കോ കൊടുത്തേൻ പലവട്ടവും ഞാൻ. ഈ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ല അല്ലാഹ് സർവാധിശക്തനേകൻ. ഇവർക്കിരുട്ടെ പ്രിയമിത്ര മോദിക്കെടുക്കയായി കൈതിരിക്കുന്നാൽ മിന്നാമിനിങ്ങിൻ ചെറുതാം വെളിച്ചം പോലും പാംസു സ്നാനം. വള്ളത്തോളില്ലെങ്കിൽ മലയാള സാഹിത്യം ഉണ്ടോ? നമ്മൾ വായിച്ചതിനേക്കാളും സൂക്ഷ്മമായി അവര് വായിച്ചു. അത് അറബിയിലാണെങ്കിൽ അതിന്റെ പേരാണ് മൗലൂദി കിതാബ്. ഈ മലയാള കവിത ഇവരും പാടും. അറബിയിലാകുമ്പോഴാണ് അവർക്ക് പിന്നെ അതിൻ്റെ ഒരു ചതുർത്ഥി. മിഥ്യാപവാദത്താൽ മറന്നു സത്യമവിദ്യുതൻ വിബോധം വിജ്ഞാന ഗർഭം തിരുമൗലി തൊട്ടു സന്മാർഗ സഞ്ചാരി പദം കരം പറ്റിയ പുണ്യമാന പാർത്തങ്ങാടികൾ കൂടിയാർത്തു. പാംസുൽ കരം പറ്റിയ പുണ്യമാന പാർത്തു തമ്മാടികൾ കൂടിയാർത്തു. തായിഫിലേക്ക് പോയ കഥയാണ്. ഞാൻ തർജ്ജമ ചെയ്യുന്നില്ല. നിങ്ങളുടെ സമയം എന്റെ സമയം ഒക്കെ മൂല്യമുള്ളതാണ്. അഭിഷക്തനായല്ലോ മതസാർവഭൗമൻ. പുണ്യമാന പാട്ടങ്ങാടികൾ കൂടിയാർത്തു. അയ്യയ്യം കൊണ്ടഭിഷക്തനായല്ലോ മതസാർവഭൗമൻ. എന്നിട്ട് കുംഭസാരമാണ്, മാപ്പ് പറയുന്നതാണ് വള്ളത്തോട്. ഇങ്ങനെ ചെയ്തു പോയി എന്റെ മുൻകാല സമൂഹത്തോട്. അന്നീ നരസ്നേഹി നമസ്കരിച്ചു കിടന്നപ്പോഴ തിരുവങ്കത്തിലൊട്ടകത്തിൻ കുടമാല. ഇതൊക്കെയാണ് മധുഹുൻ നബി പാട്ട്. അവിടെ പറയണല്ലോ അല്ലേ? വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും പ്രേമിക്കുന്ന പെണ്ണിനോട് പറയുന്ന പോലെ യാതൊരുവിധ തത്വദീക്ഷയും ഇല്ലാതെ മുത്തേ തേനെ കരളെ ആമ്പൽ പൂവേ ഉമ്മ തരുവോ മുത്തം തരുവോ എന്നൊക്കെ അല്ലേ പുതിയ പാട്ട്. മുത്തേന്നൊക്കെ ചിലപ്പോ പറഞ്ഞു ആ ഫീലിംഗിൽ. പക്ഷെ അതൊരു കൾച്ചറാക്കാൻ പറ്റൂല. അത് അദബ് കേടാം. ബഹുന്നരായ നന്ദിയിലെ ഞങ്ങളുടെ ശൈഖുന ഹസ്രത്ത് ഉസ്താദ് നിരന്തരം പറയുന്ന ഒരു കാര്യമാണത്. മുത്തേന്നൊക്കെ റസൂലുള്ളാഹിനെ വിളിച്ചു, കരളേന്ന് വിളിച്ചു, കരഞ്ഞും പോകും. ആറ്റൽ പൂവേന്ന് വിളിച്ചു, ആറ്റലേന്ന് വിളിച്ചു. പക്ഷെ അതൊരു കൾച്ചറാക്കാൻ പറ്റൂല. പ്രേമിക്കുന്ന പെണ്ണിനോട് ഉപയോഗിക്കുന്ന സർവ്വ വാക്കും അല്ലാഹുവിന്റെ റസൂലിനോട്. ഫർഹാനാന്ന് പാടുന്നിടത്തിൽ മുത്തുനബി എന്ന് വെച്ചാൽ ഒന്ന് ഒപ്പനപ്പാട്ടാണ്, ആ വേർഡ് മാറ്റിയാൽ മധുഹുൻ നബി പാട്ടാണ്. ഇതാണ് 2025 2:1 മധുഹുൻ നബി പാട്ട്. ഞാൻ ആക്ഷേപിക്കുകയല്ല, അത് തെറ്റാണ്. മുത്തേന്ന് വിളിക്കാൻ പറ്റൂല എന്നുള്ള ജഹാലത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വിളിച്ചു പോകും, അതതിന്റെ വൈകാരിക സന്ദർഭത്തിലാണ്. അത് ജനറലൈസ് ചെയ്ത് പാട്ടുണ്ടാക്കാനുള്ളതല്ല. അന്നീ നമസ്കരിച്ചു കിടന്നപ്പോഴ തിരുവങ്കഴത്തിലൊരൊട്ടകത്തിൻ കുടമാല. ചാത്തിപ്പാനെ ലഭിച്ചുള്ളൂ നമുക്ക് ഭാഗ്യം. അതുകൊണ്ട് മുഴക്കിയിടേ ജയശബ്ദമെങ്ങും വാഴട്ടെ ഇസ്ലാം തിരുമേനി നീണാൾ. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അറബി മലയാളം അല്ലാതെ വാഴട്ടെ ഇസ്ലാം തിരുമേനി നീണാൾ. ഇസ്ലാമിന്റെ തിരുമേനി എവിടെയും വീഴാതെ വാഴട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കാലങ്ങൾക്ക് മുമ്പേ തന്റെ ജനത ചെയ്തു പോയ പ്രവാചക വിരുദ്ധ കൃതാനർത്ഥതയിൽ മനംനൊന്ത് മാപ്പ് പറഞ്ഞ വള്ളത്തോളിന്റെ മലയാള നാട്ടിൽ ഉള്ളിത്തോലുകളുടെ പരാക്ഷേപങ്ങൾക്ക് പ്രസക്തിയില്ല. അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്.
വള്ളത്തോൾ അവിടെ അത് പറഞ്ഞു. അതുകൊണ്ട് ഉള്ളിത്തോലുകളെ മിണ്ടാതിരിക്കൂ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി വസഹബിഹി ഹഖ ഖദ്രിഹി വമഖ്ദാരിഹിൽ അളീം. സമാപന ദുആയിലേക്ക് ഞാൻ ഇടപെടുന്നതല്ല. നമ്മൾ ഈ ചൊല്ലിയത്, ഈ പറഞ്ഞത്, ഈ കേട്ടത്, ഇവിടെ ഇരുന്നത്, ഇതിന്റെ ഭാഗമായത്, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി നല്ല ഒരു വാക്കുകൊണ്ടെങ്കിലും ഇതിന്റെ കൂടെയായത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്ത്, അതിന്റെ പോരായ്മകളെ പരിഹരിച്ച് ഞങ്ങളിൽ നിന്നും കബൂൽ ചെയ്ത്, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മബാപ്പമാരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ റബ്ബേ. ഞങ്ങളെയും അവരെയും നീ നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ബിഹഖിക ബിഫദ്ലി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഏറ്റവും നല്ല സമയം ഞങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് വിട പറയുന്ന, മരിക്കുന്ന സമയമാക്കി തരണമേ റബ്ബേ. ജീവിതത്തിൽ കേട്ട ഏറ്റവും നല്ല ശബ്ദം, കേൾക്കുന്ന ഏറ്റവും നല്ല ശബ്ദം മരിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദമാക്കി തരണമേ റബ്ബേ. ജീവിതത്തിൽ കാണുന്ന ഏറ്റവും നല്ല കാഴ്ച അല്ലാഹുമ്മ ബിഹഖിക വഫദ്ലി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പം കാണുന്ന കാഴ്ചയാക്കി തരണേ റബ്ബേ. അതിന്റെ നബിയുടെ ചിരിയാക്കി തരണമേ റബ്ബേ. അല്ലാഹുമ്മ ബിഹഖിക വഫദ്ലി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെക്കാളും സമാധാനമുള്ള മരണവും, മരണത്തെക്കാൾ സമാധാനമുള്ള ഖബറും, ഖബറിനേക്കാൾ സമാധാനമുള്ള ബർസഖും, അതിനേക്കാളും സന്തോഷമുള്ള മഹ്ശറും, അതിനേക്കാളും സന്തോഷമുള്ള സ്വർഗവും, സ്വർഗത്തെക്കാൾ സന്തോഷമുള്ള നിന്റെ നബിയുടെ മുറാഫഖത്തും, അതിനേക്കാൾ മനോഹരമായ നിന്റെ ലിഖാഉം. അല്ലാഹുമ്മ ബിഹഖിക ബിഫദ്ലി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ എനിക്ക് ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാ സഹോദരന്മാർക്കും, എല്ലാ അനുജന്മാർക്കും, എല്ലാ ജേട്ടന്മാർക്കും, എല്ലാ മുതഅല്ലിമീങ്ങൾക്കും അല്ലാഹുവേ നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുമ്മ അമർതനാ ബിദുആഇക വഅതനാ ബിഇജാബതിക വഖദ് ദഅൗനാക കമാ അമർതനാ ഫസ്തജിബ് ലനാ കമാ വഅതനാ യാ ദൽ ജലാലി വൽ ഇക്റാം. ഞാൻ ഈ പറഞ്ഞതിലെ എല്ലാ നന്മയും എന്നെ ഇവിടെ നിർത്തിയ എന്റെ വിശ്വാസപ്രകാരം അതിന്റെ കാരണം അല്ലാഹു സ്വീകരിച്ച എന്റെ ചെറിയ അഖീദ പ്രകാരം എന്റെ ഉപ്പയുടെ ദുആയാണ്. എന്റെ ഉപ്പ മരണപ്പെട്ടൊരു കൊല്ലമാകുന്നു. ആ ഉപ്പയുടെ, എന്റെ ഉസ്താദും എന്റെ ഷെയ്ഖും എന്റെ എല്ലാം, ഞാൻ എന്തൊക്കെ ഖൈർ പറയുന്നു അതിന്റെയൊക്കെ ഉടമസ്ഥമായ ഇന്ന് ഖബറിൽ കിടക്കുന്ന എന്റെ ഉപ്പയുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. ഇവിടെ ആരൊക്കെ മരിച്ച ബാപ്പമാരെ മക്കളുണ്ടോ ആ മരിച്ച ബാപ്പമാരുടെ എല്ലാം ഉപ്പാപ്പമാരുടെ എല്ലാം ഹദ്റത്തിൽ എത്തിക്കണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ 10 മണിക്ക് നിർത്തണമെന്ന് കരുതിയാണ്. പിന്നെ ഈ സഭ ഏതായാലും ഒരുങ്ങിയല്ലോ എന്ന് കരുതിയിട്ടാണ് ഒരു 3/4 മണിക്കൂർ കൂടി അധികമായത്. ഓരോരുത്തരും നിർവ്യാജം നിങ്ങളുടെ സമയത്തെ, സാന്നിധ്യത്തെ വിലമതിക്കുന്നു. അഫ്വൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.